നമ്മുടെ ഉള്ളിൽ ദൈവം ജീവിക്കുന്നത് 3 തരത്തിൽ വരും. ആക്ടിവേഷൻ സംഭവിക്കുന്നത് ദിസ് പ്രസൻസ് ആക്ടിവേഷൻ, ദൈവസാന്നിധ്യത്തിൻ്റെ ആക്ടിവേഷൻ 3 തരത്തിൽ വരും. അതെല്ലാം മസ്റ്ററായിട്ട് സംഭവിക്കുന്നത് അഭിഷേകമാണ്. അഭിഷേകത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അഭിഷേകത്തിൻ്റെ മീൻസുകൾ, അഭിഷേകത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്. ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ് ആരാധനയുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്. ഇപ്പം ഞങ്ങളെപ്പോഴും ആരാധന നടത്തുമ്പോൾ അതിനകത്ത് 3-4 ഇൻസ്ട്രുമെൻ്റ് ഇട്ടാണ് നടത്തുന്നത്. ഒന്ന് പാട്ട്. കൃപാസനം ആരാധനയുടെ മെയിൻ സംഭവം പാട്ടാണ്. പാട്ടെന്ന് പറയണത് അച്ഛൻ ധ്യാനം നടത്തി എവിടെയെങ്കിലും പോയിരിക്കും, പാട്ടുകാർ ഓർക്കസ്ട്ര പോലെ നടത്തും. അതല്ല, ആരാധനയും പാട്ടും കൈയും കാലും പോലെ ഒരു ബോഡിയാണ്. ഈ ബോഡിയാണ് ആരാധന സമൂഹത്തിലേക്ക് വരുന്ന. അതായത് ചിലപ്പോൾ അഭിഷേകം കിട്ടണവർ അങ്ങ് പാടിപ്പോവും. 4 വരിയെ പാടത്തുള്ളൂ. എന്താ കാര്യം? ആ 4 വരിയുടെ അകത്ത് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന 4 വരികളാണ്. ഇത് ഇൻസ്ട്രുമെൻ്റാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അനോയിൻറ്റിങ്ങിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണിത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കണമെന്നറിയാവോ? ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ ഒരു ഉപകരണമാണിത്. ഈ സംഗീതം എന്ന് പറയണത്. ഈ സംഗീതം നിങ്ങളിൽ ദൈവസ്നേഹമാണ് നിറയണമെങ്കിൽ ആദ്യം ഇതൊക്കെ അറിവിൻ്റെ തലത്തിലേ നിൽക്കത്തുള്ളൂ. പിന്നീട് ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് പിന്നീട് അഭിഷേകം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആദ്യം ഇത് അറിവിൻ്റെ തലത്തിൽ നിൽക്കും. നമ്മൾ ആരാധിക്കുകയാണെന്നുള്ള അറിവിൻ്റെ തലത്തിൽ നിൽക്കും. പിന്നെ അറിവ് ഇങ്ങനെ പതുക്കെ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് നമുക്ക് കൺവിഷൻസ് കിട്ടും. നമ്മൾ ആരാധിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ അല്ല, ഒരു പ്രതിഭാസത്തെ അല്ല, ഒരു പേഴ്സണെയാണ് ആരാധിക്കണമെന്ന് മനസ്സിലാകും. പിന്നീട് ആത്മാവ് പറയും, ദ പേഴ്സൺ യു അഡോർ, നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തി ചുമ്മാ ഒരു വ്യക്തിയല്ല, ഹീസ് ദ റിസൺ ലോഡ് ആണെന്ന് പറയും. എന്ന് വെച്ചാൽ അവൻ കർത്താവാണ്. അവനെങ്ങനെ കർത്താവായി? അവൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമായ മനുഷ്യരാശിയുടെ മനുഷ്യവംശത്തിൻ്റെ പരാജയമായ ആത്യന്തിക പരാജയമായ മരണത്തെ അവൻ സ്വന്തം ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അവൻ ജീവൻ്റെയും മരണത്തിൻ്റെയും കർത്താവായവനാണ്. ശ്രുതികട്ടെ അബൌട്ട് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് അനോയിൻറ്റിങ്, അതായത് അഭിഷേകത്തിൻ്റെ ഉപകരണങ്ങൾ. അതിലൊന്നാണ് സംഗീതം. അപ്പോൾ എന്താ സംഗീതം? സംഗീതം ഒരു ഇൻസ്ട്രുമെൻറ്റ്സാണ്. അതിലൂടെയാണ് ദൈവികമായ ശക്തി. നമ്മൾ ദൈവത്തിൻ്റെ 2 കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ടല്ലേ ബ്രോഡ്കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. ശബ്ദതരംഗങ്ങളെ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും അത് ശബ്ദതരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ടി വിയിലൊക്കെ പിക്ചർ കാണുക ചെയ്യും, അല്ലെ ഡിജിറ്റലായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾക്ക് ദൈവികമായ ശക്തി നമ്മളിലേക്ക് വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് ശക്തിയായിട്ട് വരും, ഒന്ന് സ്നേഹമായിട്ട് വരും. അത് നമുക്ക് ആദ്യം ഫീൽ ചെയ്യണത് ദൈവസ്നേഹമായിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് മാത്രമാണ് വിശ്വാസം. വിശ്വാസത്തിലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത്. പിന്നീട് സ്നേഹമായിട്ടത് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ മുന്തിയ ഏതോ ഒരു നിലവാരത്തിലാണ് ഇത് അഭിഷേകം സംഭവിക്കുന്നത്. പക്ഷേ അഭിഷേകം സംഭവിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകരണങ്ങളുടെ ആവർത്തനങ്ങളിലൂടെയാണ് അഭിഷേകം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടുകൾ 4 വരി പിന്നെയും പാടി പിന്നെയും പാടി പിന്നെയും പാടി. അത് എന്താ കാര്യത്തിൽ? അതിന് ആവർത്തനവും അഭിഷേകവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ അത് നിങ്ങളത് അറിയണം. കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് വർക്കൗട്ട് ചെയ്യും. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആരും ആവർത്തിക്കാതെ തന്നെ മനസ്സിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് സംഗീതത്തിന് അതുപോലെ തന്നെ ഇപ്പോൾ ജപമാല എന്താണ്? ആവർത്തനാഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല. കാര്യം എന്തുകൊണ്ടാണ്? അതായത് 5 ദൈവവചനങ്ങൾ അടുക്കി വെച്ചിട്ടാണ് ജപമാല ഷൂട്ട് ചെയ്യണത്. നന്മ നിറഞ്ഞ മറിയാമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ 5 വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്.
അല്ല, അതിൻ്റെ അകത്ത് മനുഷ്യവചനങ്ങളൊന്നുമില്ല. ഫുൾ ആൻഡ് ഫുൾ വേർഡ് ഓഫ് ഗോഡാണ്. ഈ വേർഡ് ഓഫ് ഗോഡ് എന്ത് ചെയ്യും? വിശ്വാസി ദൈവസ്നേഹത്തോടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് കൊണ്ട് അത് ചില മണ്ടന്മാർ ചോദിക്കത്തില്ലേ, പിന്നെ ഈ പ്രാർത്ഥന തന്നെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ കാണിക്കാനാണ്? എന്തിനാ വേണ്ടിയാണ്? പ്രാർത്ഥനയെല്ലാം അനുഭവത്തിനുള്ളതാണ്. അനുഭവം നടക്കുന്നത്, അനുഭവത്തിൻ്റെ ഒരു തലമാണ് അഭിഷേകം എന്ന് പറയുന്നത്. അത് ആവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. നന്മ നിറഞ്ഞ പറയത്തിന് 5 വചനങ്ങൾ ആവർത്തിച്ച് കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ്? നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും ഒരു വിഷമസന്ധി ചെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ നിങ്ങളുടെ ചെക്ക് വെച്ച് പറഞ്ഞ് നമുക്ക് ഒരു TMD എടുത്താൽ എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കാർഡിയാക് ടെസ്റ്റ് നടത്തിയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ വേർക്കും. പക്ഷേ അഭിഷേകമുള്ള ആൾക്കാർ വേർക്കത്തില്ല. അവർ നന്മ നിറഞ്ഞ് പറയുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് വിഷയം. പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണ്. അതായത് ഇൻ കേസ് ഈ പ്രാർത്ഥന അഭിഷേകം എല്ലാം വരണത് നമ്മളൊരു പ്രത്യേകമായ ഒരവസ്ഥയിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ? ഏറ്റവും വലിയ അവയർനെസ് എന്ന് പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ അവയർനെസ് എന്ന് പറയുന്നത് എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ അനുഭവം എന്താ? ഏറ്റവും വലിയ അനുഭവം എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഒരു വ്യക്തിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ലെങ്കിൽ അയാളൊരു വിശ്വാസിയല്ല ശരിക്കും. എനിക്ക് വേറെ ആരൊക്കെയുണ്ട് എൻ്റെ കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കേസുകൾ ഒക്കെ സംരക്ഷിക്കാനും തിരക്കാനും നോക്കി നടത്താനും എനിക്ക് ഉപദേശവും നിർദ്ദേശവും തരാൻ ആരൊക്കെയോ ഉണ്ടെന്ന് നിനക്ക് വിചാരിച്ചാൽ നീ ഇപ്പോഴും ഒരു മനുഷ്യനായി തന്നെ അങ്ങ് നിലനിൽക്കുകയാണ്. നിനക്ക് ദൈവത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ദൈവാനുഭവത്തിലേക്കുള്ള വഴികളിൽ പോകുന്നതനുസരിച്ച് കൊണ്ട് എക്സ്ട്രാക്ഷൻസ് സംഭവിക്കും. അഭിഷേകത്തിന് മുമ്പ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ദൈവം ഡിറ്റാച്ച് ചെയ്ത് കളയും. ചിലപ്പോൾ അവർ മരിച്ചു പോകും, ചിലപ്പോൾ അവർ നമ്മളോട് പിണങ്ങി മാറും, ചിലപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ആകും, ചിലപ്പോൾ അവർ നമ്മുടെ സ്നേഹബന്ധം ഉപേക്ഷിക്കും. ഈ ഡിറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇടിപെട്ട സമയമാണതൊക്കെ. നിങ്ങളവർക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് അല്ലല്ല, അതിജീവിക്കാൻ പറ്റിയ സമയമാണ്. കൈയിടിച്ച് കർത്താൻ. അപ്പോൾ ദൈവ പൈതലെ, നിൻ്റെ ഏകാന്തതയിലെ അല്ലെങ്കിൽ നിൻ്റെ ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളിലെ, ഏകാന്തത എന്നുമ്പോൾ നമുക്ക് സംഭവമില്ല കേട്ടോ, നമുക്കുള്ള ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് ഈ അഭിഷേകമാണ്. അഭിഷേകം ചിലപ്പോൾ സംഗീതമായിട്ട് കിട്ടും, അഭിഷേകം ചിലപ്പോൾ പ്രാർത്ഥനയായിട്ട് കിട്ടും, അഭിഷേകം ചിലപ്പോൾ വചനമായിട്ട് കിട്ടും. 3 തരം അഭിഷേകമാണ് ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത്. എന്നിലും എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഞാൻ കണ്ടിരിക്കുന്നത് 3 തരം അഭിഷേകമാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ അവർ എന്തെങ്കിലും ഒരു ഭയങ്കരമായൊരു വല്ലാത്ത, ഇപ്പോൾ പരീക്ഷയിൽ തോറ്റെന്ന് വിചാരിച്ചോ, അപ്പോൾ പരീക്ഷയിൽ തോറ്റുവെന്ന് നമുക്ക് ഫീൽ ചെയ്യണ സമയത്ത് തന്നെ അഭിഷേകം നിനക്കുണ്ടെങ്കിൽ ഉടനെ, വചനത്തിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ഉടനെ പറയും വിജയം നൽകണത് കർത്താവാണ്, വിജയം നൽകണത് കർത്താവാണ്. അപ്പോൾ കർത്താവ് എന്നായാലും എന്നെ വിജയിപ്പിക്കും. അല്ലെങ്കിൽ ഒടുവിലാണ് ഞാൻ ഉണർന്നത്. പ്രഭാഷകൻ 33 എന്നൊക്കെ വായിക്കത്തില്ലേ, 33:16 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. പ്രഭാഷകൻ 33:16. പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. പറഞ്ഞേ, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. അപ്പോൾ സ്വാഭാവിക, ദിസ് ഇസ് ലൈഫ്. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ അല്ലേ?
നമ്മളൊരു ഒറ്റക്കല്ല, ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ചില സമയത്ത് നമ്മളുടെ തന്നെ ഒരു കുഴപ്പം, ബുദ്ധിക്കുറവോ ഓർമ്മക്കുറവൊക്കെ കാരണം നമ്മൾ ചിലപ്പോൾ പിന്നിലായി പോകും. അപ്പോൾ ബുദ്ധിക്കുറവ്, ചിലർക്ക് അധികം വേണ്ടത്ര ബുദ്ധി ഉണ്ടാകത്തില്ല, ചിലർക്ക് വേണ്ടത്ര ഓർമ്മ ഉണ്ടാകത്തില്ല. അപ്പോൾ ചിലർ നമ്മൾ പിന്നിലായി പോകും. ചിലർക്ക് വേണ്ടത്ര ആരോഗ്യം ഉണ്ടാകത്തില്ല, അപ്പോൾ പിന്നിലായി പോകും. ഈ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവല്ലത് ശരിക്കും കർത്താവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ പ്രസൻസ് പ്ലേസാണത്. അതായത് അതെപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിനക്കൊരു കുറവുണ്ട്, നീ അത് പിന്നിലായി കഴിഞ്ഞാൽ അപ്പം നിന്നെക്കൊണ്ടത് നടക്കത്തില്ല എങ്കിൽ അത് പിന്നെ എന്താണ്? കർത്താവിനെ കൊണ്ട് നടക്കുന്ന, അതാണ് കർത്താവ് എന്നെ മുന്നിലെത്തിച്ചെന്ന് പറയണത്. പക്ഷേ ഈ വചനം അറിയാമെങ്കിലാണ് അഭിഷേകം കിട്ടണത്. മനസ്സിലായ? ഇതിനാണ് നമ്മൾ വചനം പഠിക്കുന്നത്. ഈ വചനത്തിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാവോ? വചനത്തിൻ്റെ ഈ മനുഷ്യന്മാരുടെ വചനം അവർ കാല് മാറുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ലേ അല്ലേ? വചനമൊക്കെ മനുഷ്യന്മാരുടെ വാക്കുകൾക്കെല്ലാം ഒരു സെക്യൂരിറ്റി ഇല്ല, അവർ അതിലൊന്നും ഉറച്ച് നിൽക്കത്തില്ല. ചിലപ്പോൾ അവർ മുടിയുണ്ടെങ്കിൽ ചായച്ചും ചെരിച്ചും കെട്ടാമെന്ന് പറഞ്ഞ പോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി പ്രതിഷ്ഠിക്കും. ദൈവം ഇളക്കി പ്രതിഷ്ഠിക്കത്തില്ല. ദൈവം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ അതുകൊണ്ട് നമ്മൾ സത്യവചനമെന്ന് പറയണത്. ബാക്കിയുള്ള വചനങ്ങൾ നമ്മൾ സത്യവചനം എന്ന് പറയത്തില്ലല്ലോ. ഇപ്പം സത്യവേദ പുസ്തകം ആ സത്യമായ വചനമാണ്. അപ്പോൾ അതിൽ നിൽക്കും ദൈവം. അപ്പം നമുക്ക് ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ചിലപ്പോൾ PSC ടെസ്റ്റ്, ചിലർ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MD ഡോക്ടറിൻ്റെ സാക്ഷ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഡോക്ടറല്ല, MBBS ഡോക്ടർ, MD അഡ്മിഷൻ്റെ സാക്ഷ്യമാണ്. ആ മനുഷ്യൻ അറിഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് അറിഞ്ഞത്. അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാം, അവിടെ അഡ്മിഷൻ ഉണ്ട്, MDക്ക് അഡ്മിഷൻ ഉണ്ടെന്ന് അറിയണത്. പക്ഷേ ഞായറാഴ്ച എന്ത് പറ്റും? ഞായറാഴ്ച വർക്കിംഗ് ഡേ അല്ലല്ലോ, പിന്നെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് അഡ്മിഷൻ ക്ലോസ് ആകും. അതിനുള്ളിൽ ഈ മനുഷ്യന് വേണ്ടത് എന്താണ്? ഈ മനുഷ്യന് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അദ്ദേഹത്തിൻ്റെ. അത് വില്ലേജ് ഓഫീസറിൽ നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ തഹസിൽദാർ തരണം. അത് തഹസിൽദാർ തരണമെങ്കിൽ തഹസിൽദാറിന് അസസ്മെൻറ്റ് നടത്താതെ തരത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒറ്റ നടക്ക് പോകാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആകപ്പാടെ സെക്യൂരിറ്റി എന്താണ്? ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് സെക്യൂരിറ്റി. വേറെ ഒരു സെക്യൂരിറ്റിയുമില്ല. കാര്യം തഹസിൽദാറിൽ നിന്ന് ഈ പേപ്പർ വാങ്ങിച്ചിട്ട് ഇമെയിൽ ചെയ്യണം. ഇമെയിൽ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇമെയിൽ ചെയ്യുമ്പോൾ എല്ലാവരും ഇമെയിലല്ലേ ചെയ്യണത്. അതുകൊണ്ട് എപ്പോഴും നെറ്റ് എപ്പോഴും ബിസി ആയിരിക്കും. നെറ്റ് ജാമായി പോകും. അപ്പോൾ വീണ്ടും നമ്മുടെ സമയം പോകും. നെറ്റ് ജാമായെന്ന് പറയണത് ഇന്ന് ഏറ്റവും വലിയ ദുരന്തമാണ്. ജീവിതം ജാമായി പോകണ പോലെയാണ് നെറ്റ് ജാമാകണത് ഈ അന്ത്യനിമിഷങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ 4 മണിക്ക് നെറ്റ് ജാമായി. പക്ഷെ പിന്നീട് ഏതോ ഒരു സെക്കൻഡ് നെറ്റ് ഓണായപ്പോഴും ഈ മനുഷ്യൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഈ 5 മണിക്കുള്ളിൽ അദ്ദേഹം ഫയൽ ചെയ്ത് നോക്കിയേ. ഒടുവിലാണ് ഉണർന്നത്, ഒടുവിലാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു അഡ്മിഷൻ ഉണ്ടെന്ന് കാര്യം. പക്ഷേ കാലാപെറുക്കുന്നതോടെ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. പിന്നെ ആരാണ് തഹസിൽദാറിനെ കൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ് മേടിപ്പിച്ചിരിക്കുന്നത്? ആരാണ് ജാമായിരുന്ന നെറ്റ് ഓൺ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്? എല്ലാം കർത്താവ് കൈ ഇടിച്ച് കർത്താവ് കർത്താവിന്റെ കൃപ നിമിത്തം ഞങ്ങളെ മുൻപന്തിയിൽ എത്തിക്കുന്ന 33:16 അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ഇതുപോലെ പിന്നിലായി പോകുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഈ വചനം കോട്ട് ചെയ്തിട്ട് പറയും, കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും, കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും, നീ അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക. അതാണ് വചനത്തിൻ്റെ അഭിഷേകം എന്ന് പറയണത്. ഈ വചനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ചില വചനങ്ങൾ നിങ്ങളൊന്ന് ഒത്തിരി ഞാനിപ്പോൾ നടന്നു പോകണമെന്ന് വിചാരിച്ചു ഇതിലെ കൂടി. അപ്പോൾ എനിക്ക് ഈ ആൾക്കാരൊക്കെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ സീനിയേഴ്സ് പണ്ട് മുതലേ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് രോഗങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞവരുടെയൊക്കെ മിക്കവാറും തന്നെ എല്ലാവരെയും എനിക്ക് എന്തെങ്കിലും പേരറിയാൻ പാടില്ലെങ്കിലും അടയാളം അറിയാൻ പറ്റും. അപ്പോഴേ ഞാൻ ചില സമയത്ത് തിരക്കി പോണ തിരക്കാണെങ്കിൽ ശരി, ഇതുപോലെ എന്തെങ്കിലും വിഷയം ഉള്ളവരെ കണ്ടാൽ ഞാൻ തോണ്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം വന്ന് നിങ്ങൾ റിസൾട്ട് പറയാനാണ് എൻ്റെ അർത്ഥം. ഞാൻ ഫ്രീ ആകുമ്പോൾ വന്നിട്ട് നിങ്ങൾ എന്നോട്
ഇപ്പോൾ സ്റ്റാറ്റസ് പറയാനാണ് പറയണത്. അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെയാണ്, അത് തന്നെയാണ് ഈ വചനത്തിന് സംഭവിക്കുന്നത്. നിങ്ങൾ ദൈവമായിട്ട് ഒരു ഓൺലൈനിലാണ്, അടുപ്പമാണ്, സ്നേഹമാണ് എങ്കിൽ ചില വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് തോണ്ടും ദൈവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വചനത്തോട് വല്ലാത്ത ഒരു അഭിനിറ്റി തോന്നും. മനസ്സിലായില്ലേ? അതാണ് കർത്താവിൻ്റെ തോണ്ടൽ. ഇത് വിവേചിക്കാൻ കഴിയണം. അപ്പം തന്നെ കൊണ്ടുപോയി എഴുതിയിടണം, ഈ വചനം കർത്താവ് അഭിഷേകമായി എനിക്ക് തരാൻ പോകുന്നു. ഇനി കർത്താവ് സഞ്ചരിക്കണ നാഷണൽ ഹൈവേ ആണിത്. ഇനി എൻ്റെ സങ്കടകാലങ്ങളെല്ലാം കർത്താവ് ഇതിലേ കൂടി സഞ്ചരിച്ച് വരും. ഒന്നെങ്കിൽ എനിക്ക് കർത്താവിലേക്ക് ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ കർത്താവ് എന്നിലേക്ക് വരും. കർത്താവ് ശരിക്കും പറഞ്ഞാൽ വചനം ഒരു നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വെളിച്ചമാണെന്ന് പറഞ്ഞ പോലെ തന്നെ അതൊരു പാത കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു വചനം അഭിഷേകമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വചനങ്ങളുടെ വഴികളെ തുറന്നു തരണമേ. വചനങ്ങളെ അഭിഷേകമായി നൽകണമേ. എനിക്ക് വേണ്ടി സംസാരിക്കപ്പെട്ട വചനങ്ങള് വിവേചിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. വചനം വിവേചിച്ചറിഞ്ഞ് അത് അഭിഷേകമായി മാറ്റുവാനുള്ള വലിയ കൃപ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിച്ചിട്ട് ഏറ്റുപാടണം. ഇപ്പം ഞാൻ പ്രാർത്ഥനയുടെ അഭിഷേകം പറഞ്ഞില്ലേ, അതായത് എനിക്ക് എന്തെങ്കിലും ഞെക്കൽ തോന്നിയാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് ജപമാലിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒറ്റക്കായാൽ മതി. ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ എൻ്റെ മുറി ഒറ്റക്കാണെങ്കിൽ ഇരിക്കണമെങ്കിൽ ജപമാല നമ്മൾ എടുത്ത് ഒന്നും ചെല്ലേണ്ട കാര്യമില്ല. മനസ്സിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇതുപോലെ എൻ്റെ മക്കൾ പ്രാർത്ഥനയുടെ അഭിഷേകം പ്രാപിച്ചിരിക്കണം. അത് ഭയങ്കര സീരിയസാണ്. അല്ല നിങ്ങൾക്ക് പുസ്തകം കാണാതെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ മൊബൈൽ നോക്കി പ്രാർത്ഥിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റൽ അത് മാറിയിട്ട് അനോയിൻറ്റ് പ്രെയറിൻ്റെ ഒരു മോഡിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഏറ്റവും ടോപ്പ് അഭിഷേകത്തിന് ഏറ്റവും ടോപ്പ് ജപമാലയാണ്. കാര്യം അതിലാണ് ഈ ആവർത്തനങ്ങളുള്ളത്. പക്ഷേ നമുക്ക് അഭിഷേകം കിട്ടാത്തത് എന്താണെന്നറിയാമോ? നമ്മൾ ആവർത്തനം നാക്കുകൊണ്ടാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കി നമ്മൾ നടത്തുന്നതാണ്. നമ്മളത് മനസ്സിൽ പിടിക്കണില്ല സംഭവം. അപ്പോൾ അതായത് പ്രാർത്ഥിക്കുമ്പോൾ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ മാലാഖരോട് ഞാനും എൻ്റെ മനസ്സ് കൈകൂപ്പും. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണങ്ങോട്ട് നിറഞ്ഞു പോകും. കാര്യം സത്യമായ കാര്യമല്ലേ നമ്മൾ പറയണത്. അപ്പോൾ ഇതുപോലെയാണ് അതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ആ ജപമാല അഭിഷേകമായിട്ട് അങ്ങോട്ട് മാറും. വചനം ആവർത്തിക്കുന്ന വചനം, നിങ്ങളെ തോണ്ടുന്ന വചനമില്ലേ, അത് എഴുതിയിടണം. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. അങ്ങനെ നോക്കി വരുമ്പോൾ കർത്താവ് ആ വചനം തരും. പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇത് വചനം അറിയാൻ പാടില്ല, പ്രാർത്ഥന അറിയാൻ പാടില്ല, നിങ്ങളൊരു നോൺ ക്രിസ്ത്യനാണെന്ന് വിചാരിച്ചോ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. നിങ്ങൾക്ക് എളുപ്പം അഭിഷേകം കിട്ടാനുള്ള സംഭവമുണ്ട്. എന്താണ് അത്? പാട്ടാണ്. നോൺ ക്രിസ്ത്യൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടാൻ പറ്റിയത് പ്രാർത്ഥനകൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും നല്ല ടോപ്പ് പാട്ടാണ്. ഈ ദിവസങ്ങളിൽ വേറൊരു രസമുണ്ടായി. അതായത് ഞാൻ നമ്മുടെ ഇത് ഉടമ്പടി ധ്യാനമാണല്ലോ. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെല്ലാ സാക്ഷ്യങ്ങളും ഇങ്ങനെ കർത്താവ് ഏത് പാലത്തിലാണ് കയറിയിരിക്കുന്നത്, കർത്താവ് ഏത് വഴിയിൽ കൂടിയാണ് വരണത്, കർത്താവ് എന്ത് വാഹനത്തിലാണ് വരണത്, ഞാനിങ്ങനെ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അതെല്ലാം ദൈവത്തിൻ്റെ വരവാണല്ലോ. അപ്പോൾ ഓരോരോ വ്യക്തികളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലല്ലേ ദൈവം വരണത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഞാൻ കേട്ടു. കാര്യം ഉടമ്പടി ധ്യാനമാകുമ്പോൾ ഉടമ്പടി സാക്ഷ്യ വിചാരങ്ങളാണ് എപ്പോഴും, അതിൻ്റെ വചനാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഞാനത് പകർന്നു തരും, വിശ്ലേഷിച്ച് തരും. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ കണ്ടൻസ് പിടികിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാകും. അതാണ് ഞാൻ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട നല്ല സാക്ഷ്യങ്ങളൊന്ന് വിനോദിനിയുടെ സാക്ഷ്യമാണ്. വിനോദിനി എന്ന് പറഞ്ഞ ഒരു നല്ല ഡ്രാമാറ്റിസ്റ്റ് ഉണ്ടേ.
അവർ അതായത് നമ്മുടെ ഈ സംഗീതനാട അക്കാഡമി, ഞാൻ അക്കാഡമിയിൽ ഫോക്കൽ അക്കാഡമി, സാഹിത്യ അക്കാഡമിയിൽ ഞാൻ സ്റ്റേറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ എനിക്ക് സംഗീത അക്കാഡമിയിലും പലപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകേണ്ടി വരും. സംഗീത അക്കാഡമിയുടെ കൂടെ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ് ഓർഗനാണ് ഇതെല്ലാം. അപ്പോൾ വിനോദിക്ക് 2 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ് സംഗീതനാട അക്കാഡമിയിൽ നിന്ന്. ഒരു പ്രാവശ്യം KCBCയുടെ നാടക അവാർഡ് കിട്ടിയ ഇവർ നടിയാണ്. ഇവർ പ്രൊഫഷണൽ നാടക നടിയാണ്. അപ്പോൾ പ്രൊഫഷണൽ നാടക നടി ഹരിപ്പാടുള്ളതാണ്. അപ്പോൾ അവർ ഒരു ദിവസം വന്ന് ഉടമ്പടി എടുത്തു. അത് ആ ഉടമ്പടിയിൽ അവരങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കോവിഡായി കഴിഞ്ഞപ്പോഴേ, വിനോദിന് പറഞ്ഞത് കോവിഡായി കഴിഞ്ഞപ്പോഴേ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആൾക്കാരിൽ ഒരു ഭാഗം നാടകക്കാരാണ്. നാടകമില്ലല്ലോ. 200 ദിവസമൊക്കെ നാടകമില്ല എന്നുണ്ടെങ്കിലും കിഡ്നി വരെ പണയം വെക്കേണ്ടി വരും. 200 ദിവസമൊക്കെ നാടകമില്ലെങ്കിലേ ഇപ്പോൾ 200-300 കളിയ അല്ലെങ്കിൽ ഒരു 500 നാടകം വരെ കളിക്കുന്നവർ, ഒരു രാത്രി 2 നാടകം കളിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവർ പ്രൊഫഷണൽ നാടകമായിട്ട് അവർ. പക്ഷേ ഈ കോവിഡ് വന്നതോടുകൂടി നാടകമെല്ലാം തീർന്ന് എല്ലാം കാലിയായില്ലേ, ഗ്രൗണ്ടെല്ലാം കാലിയായി. പിന്നെ ഭയങ്കര കഷ്ടപ്പാടും പട്ടിണിയും വിഷമമൊക്കെയായി. പക്ഷേ അതുപോലെ തന്നെ അവരുടെ മകൾക്കും അതുപോലെ തന്നെ ജോലിയൊന്നുമില്ല. അവർക്ക് വിവാഹമോചനം സംഭവിച്ചു. കോവിഡിൻ്റെ മേൽ വലിയ ദുരന്തകാലമാണ് അവർക്കുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് അവർ പറയുന്നത്, ഞാൻ അമ്മയെ കണ്ണ് നോക്കിയാൽ ഞങ്ങൾ അമ്മയും മോളും തമ്മിൽ ഈ ഗംഭീര ഇടിയാണ് വീട്ടിൽ. അവൾ കല്യാണം കഴിച്ച് ഡൈവേഴ്സായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ ജോലിയുമില്ല, അവർക്ക് വരുമാനവുമില്ല. അപ്പോൾ അവർക്ക് അല്ലാത്ത തന്നെ ബാധ്യതകളും പിന്നെ ഈ ബാധ്യത ഇടക്കും. അപ്പോൾ ഇവർ തമ്മിൽ അമ്മയും മോളും കൂടി ഗംഭീര സ്റ്റണ്ടാണ് വീട്ടിൽ, വഴക്ക എപ്പോഴും. അപ്പോൾ കുടുംബത്തിൽ സമാധാനമില്ല, സാമ്പത്തിക തകർച്ചയും എല്ലാം കൂടി ഇങ്ങനെ വിഷമിക്കുകയാണ്. ആ സമയത്താണ് ആരോ ഈ ലിങ്ക് കൊടുത്തത്. ഈ കാലത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണേ, ചുമ്മാ നെക്കിയാൽ ആശ്വാസത്തിൻ്റെ ലിങ്കിലേക്ക് പോവും. അത് ഈ കാലത്ത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാലനയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത്. അതിലൂടെയല്ലേ എത്രയോ മനുഷ്യരാണ് ദൈവത്തെ അറിയണത്. അതിനെന്ത് വശങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നന്മ വശങ്ങളാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇവർക്ക് ഈ ലിങ്ക് കിട്ടിയോടുകൂടി എന്താണെന്ന് വെച്ചാൽ, ഇവൾ കൃപാസനം തുറന്നപ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഉടമ്പടിയോടുകൂടി കർത്താവ് ഇവളെ തോണ്ടും. കാര്യം വിനോദിനി ഉടമ്പടി എടുത്തു, മകളും വന്ന് വേറെ ഉടമ്പടി എടുത്തു, 2 പേരും ഉടമ്പടി എടുത്തു. ഇനി ഉടമ്പടി എടുത്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഒരു പ്രത്യേക രീതി ഞാൻ കണ്ടുവന്നിരിക്കുന്നത്, അവർ ഭയങ്കര പക്ക സീരിയസാണ് വിഷയങ്ങളൊക്കെ. സീരിയസ് വെച്ചാൽ പക്ക സീരിയസാണ്. അല്ലാതെ ഇനി ഉടമ്പടി എടുത്തില്ല, ഇനി അച്ഛനെ പോയി കാണണം, കുമ്പസാരിക്കണം, അടുത്ത ആഴ്ച തുടങ്ങാം, പത്രം കൊടുക്കണമല്ലേ, എവിടെ കൊടുക്കണമെന്ന് അറിയത്തില്ല. ഇനി പള്ളിയൊക്കെ പിരിയുമ്പോൾ ആരെങ്കിലും കൊണ്ട് ഏൽപ്പിക്കാം, വരട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിന് ആരെങ്കിലും വീട്ടിൽ വരുന്ന കൊടുത്തേക്കാം. ഇങ്ങനെയൊക്കെയാണ് ചില മാതപ്പനിക്കാർ ഉടമ്പടി എടുക്കുന്നത്. അതൊക്കെ അവിടെ കാശ് പോയത് തന്നെ. ദൈവത്തിനറിയാമല്ല നിങ്ങളുടെ കാര്യം. നിങ്ങളിതിനുള്ള ഉടമ്പടിയല്ല എടുത്തിരിക്കണത്, വേറെ ഏതാണ്ടാണെന്ന്. നല്ല ഉടമ്പടിയാണെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് നിങ്ങൾ വ്യക്തി ചെയ്യുന്ന എഗ്രിമെൻ്റ് അല്ലേ ഇത്. അപ്പോൾ അവർക്ക് ഫങ്ഷനലല്ല അവരെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടിവെട്ട് അഭിഷേകത്തോടെ ഇവിടുന്ന് പോയിട്ട് 10 പേരെ അറിയിക്കുന്നതിന് വരെ ഓരോ 100 പേരെ ഈശോനെ അറിയിക്കും. നല്ല ഇടിച്ചു കുത്തി അവിടെ നിൽക്കും. ശരിക്കും അത് ഭയങ്കര ആന്തരിക ഉത്സാഹമായിരിക്കും. അതുകൊണ്ട് ഈ വിനോദിക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി. അവർ പറയണത്, ഞാൻ എൻ്റെ നാടുകളിലെല്ലാം പത്രം എടുത്തുകൊണ്ട് പോയി പാട്ടും പാടിയാണിത് ആൾക്കാർക്ക് കൊടുക്കണമെന്ന്. ഞാനെൻ്റെ ഹരിപ്പാടുകാരത്തിയാണ്. ഞാനെൻ്റെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു നാടകക്കാരത്തിയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെല്ലാം ആൾക്കാരൊക്കെ വീടുകളിലെ കൊണ്ട് പത്രം കൊടുക്കുന്നത് പാട്ടും പാടിയാണെന്നാണ്. അപ്പോൾ ഞാനൊരു കർത്താവ് കത്തോലിക്ക നിലയം പിടിച്ച് കൊടുക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി 5 പത്രം, ഇനി 4 പത്രം, ഇതെവിടെ കൊടുക്കുമെന്നൊക്കെ നിലയം പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. അതാണ് വിഷയം. ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ്, അപ്പോൾ ഇവരെന്ത് പാട്ടാണ് പാടണത് അത് നിങ്ങളറിയണം.
ഇവർ പാട്ട് ഞാനൊരു ആ സാക്ഷ്യം കേട്ടോടുകൂടി ഇവിടെ എഴുതി വെച്ച് ദേശപ്രധാന പാട്ടാണ്. എന്താണ്? അരികെ വരണേ, സദയം തരണേ. ഇത് ഈ പാട്ട് പാടുന്നവർ അത് അവർക്കിത് അഭിഷേകമായിപ്പോയി. കാര്യം ദൈവം അവൽ നിറയണത് ഈ 4 വരി പാട്ടിലൂടെയാണ്. അത് പാടുന്തോറും ഇവർക്ക് ഇങ്ങനെ ആന്തരിക അഭിഷേകം കിട്ടിയിട്ട് ഇവർക്ക് ത്രില്ലടിക്കും. ഇവർ ഈ അഭിഷേകത്തോടുകൂടി സന്തോഷത്തോടെ ലൈറ്റ് വെയ്റ്റ് ഫെദർ ടച്ചായിട്ട് ഈ സംഭവം സിമ്പിളായിട്ട് ചെയ്യാം. ഒരു കാര്യം സിമ്പിളായിട്ട് രോഗികളെ കാണുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത് അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് അഭിഷേകമായെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദുഃഖത്തോടെ ഭാരത്തോടെ ചെയ്ത അഭിഷേകമായിട്ടില്ല. കാര്യം ആധ്യാത്മിക കാര്യങ്ങൾ, ക്രിസ്തുവിന് കൊടുക്കേണ്ട കാര്യങ്ങളിൽ മൗലിക വികാരം സന്തോഷമാണ്. നോക്കിയാ വചനം എടുത്ത് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്. ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അരികിൽ വരണേ, ശ്രദ്ധിക്കട്ടെ. ഇതിങ്ങനെ കുറച്ചു നേരം പാടിക്കഴിഞ്ഞാൽ കണ്ണു നിറയും നമ്മുടെ. എന്താ കാര്യം? കർത്താവിനോട് പറയണതാണ് അരികിൽ വരണേ. പിന്നെ എന്താ പറയണത്? സദയം തൊടണേ, എന്നെ തൊടണേ. എന്താണ്? സുഖമായിടും, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. 2 വരിയേ ഉള്ളൂ. ഇത് അഭിഷേകമായത് കൊണ്ടാണ് ഇവർ ആവർത്തിക്കുന്നത്. അല്ല പാട്ട് പാടാൻ വേണ്ടി മനഃപൂർവ്വം പാട്ട് പാടിപ്പോവുകയല്ല. ഇത് അഭിഷേകമായി കിട്ടിയത് കാരണമാണ് ഇവരിത് പ്രാർത്ഥന, അത് ആ പാട്ടിൻ്റെ രീതി മാറി അതൊരു വ്യക്തിബന്ധത്തിൻ്റെ സ്നേഹപ്രകടനമായി അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് ദൈവത്തോട് ഇത് പാടുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രണയവും സ്നേഹവും അങ്ങോട്ട് തോന്നും. അങ്ങനെ ദൈവസ്നേഹം തോന്നി തുടങ്ങുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജോലികൾ അവർ തന്നെ അവസാന വിനോദിനിയോട് നാട്ടുകാർ പറയാൻ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നീ എവിടെയാണ് പോയി ഉടമ്പടി എടുത്തത്, അവിടെ ഞങ്ങളുടെ കാര്യം കൂടി പറഞ്ഞേക്കണേ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം അവളുടെ പാട്ട് കേട്ടിട്ട് അവരോട് കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥന യാചിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്നുവെച്ചാണ് ഇതാണ് സംഗീത അഭിഷേകം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തങ്ങളായ വചനാഭിഷേകമുണ്ട്, പ്രാർത്ഥനാഭിഷേകമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അഭിഷേകം എൻ്റെ മക്കൾ വാങ്ങിച്ചെടുക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആഴ്ചയിൽ തന്നെ എൻ്റെ ഈശോയെ നിന്നെ അറിയാൻ അനുഭവിക്കാൻ കൈമാറാൻ എനിക്ക് സംഗീതത്തിന്റെയോ പ്രാർത്ഥനയുടെയോ ജപമാലയുടെയോ തിരുവചനത്തിന്റെയോ പ്രത്യേക അഭിഷേകം നൽകണമേ. പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ അഭിഷേക മേഖലയെ തിരിച്ചറിയാനുള്ള ഞങ്ങൾക്ക് നൽകണമേ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ദൈവിക ഇടപെടലുണ്ടാകണം ആ കുടുംബത്തിൽ. പെട്ടെന്ന് ഇടപെടൽ. അതിനകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞത് ഇവളുടെ പേരക്കുട്ടിയാണ്, ഈ മകളുടെ കുഞ്ഞുണ്ടല്ലോ. ഇവർ പ്രാർത്ഥനയുടെ സമയം തെറ്റിച്ച കുഞ്ഞ് അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ അമ്മുമ്മയെ വിളിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കണില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് കുഞ്ഞൊരു മുറി ഇരുന്ന് പ്രാർത്ഥിക്കും, അവളുടെ അമ്മ ഒരു മുറി ഇരുന്ന് പ്രാർത്ഥിക്കും, വിനോദിന് വേറെ ഇരുന്ന് മുറി ഇരുന്ന് പ്രാർത്ഥിക്കും. അവർ മൂന്ന് മുറി ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാം ആ പണ്ട് കണ്ട ചാടി വെട്ടാൻ പറ്റുന്ന ആൾക്കാരുടെയൊക്കെ ഒതുക്കം കണ്ടില്ലേ, എന്തൊരു സമാധാനത്തിലേക്ക് പോവുകയാണ്, സന്തോഷത്തിലേക്ക്. അതോടുകൂടി ദൈവിക ഇടപെടുണ്ടായി. അവൾക്ക് അപ്പം തന്നെ എംപ്ലോയ്മെൻറ്റിന് അവളെ വിളിക്കും, അവൾക്ക് 1 കൊല്ലത്തേക്ക് വർക്ക് അവിടുന്ന് കൊടുക്കും. അത് പകുതി ആകുമ്പോൾ തന്നെ അവൾ ഗൾഫിലേക്ക് ഖത്തർ എയർവേസിലേക്ക് പോകും. പെട്ടെന്നാണ് കുടുംബത്തിൻ്റെ മുഴുവൻ മുഖച്ഛായ ദൈവം മാറ്റിക്കളയും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇനി തീർക്കണമല്ല, ഇനി 90 ദിവസം ഉണ്ടാവുമല്ല, 90 ദിവസം കഴിയുമ്പോൾ നടക്കുമായിരിക്കുമല്ല, നടന്നാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാരാണ്
ആൾക്കാർ ആണ് അനുഭവങ്ങൾ കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വന്നപ്പെട്ടപ്പോൾ നിങ്ങളിതിനകത്ത് ഈ ചെയ്യണ ഓരോ കാര്യവും ദൈവസ്നേഹത്തോടെ ചെയ്യണം. എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നമുക്കൊരു വിഷയം നമുക്ക് ഫങ്ഷൻ ചെയ്ത് ഒരിക്കലും കർത്താവിനെ തൊടാൻ പറ്റത്തില്ല. കർത്താവിനെ തൊടണമെങ്കിൽ മിഷൻ ചെയ്യണം. തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ പല ആൾക്കാരും ചെയ്യണത് ഫങ്ഷനാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്നെ പഠിപ്പിക്കുന്ന സാറുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു വിജയൻ സാറ് മരിച്ചുപോയി. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ മരണം പോലും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മലയാളമൊക്കെ ടേസ്റ്റ് എനിക്ക് വന്നത് വിജയൻ സാർ പഠിപ്പിച്ചപ്പോഴാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വെച്ച് പഠിപ്പിച്ചത്. അപ്പം ഞാൻ ഇന്നും ഓർക്കും. പക്ഷേ എന്നെ കണക്ക് പഠിപ്പിച്ച സാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളോട് പറയുന്നൊരു സംഭവമുണ്ട്, എടാ മക്കളെ എനിക്കിത് അറിയത്തില്ല ഈ കണക്ക്. സാറ് ക്ലാസ്സിൽ പറഞ്ഞാണേ 10ാം ക്ലാസ്സിൽ, ഇത് പുതിയ സിലബസാണ്, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുകയും ഞാൻ പണ്ട് BA പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളെ ഈ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കണത്. പക്ഷെ നിങ്ങൾ ഉഴപ്പരുത്, ഞാൻ ശനിയാഴ്ച വരും ഞായറാഴ്ച വരുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അതായത് അദ്ദേഹത്തിന് അത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റ് കണ്ടില്ലേ, ഞാൻ ശനിയാഴ്ചയും വരും നിങ്ങളെ പഠിപ്പിക്കാൻ, ഞായറാഴ്ചയും വരുമെന്ന്. കാര്യം ഞങ്ങളുടെ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ബസ്സൊന്നും വരത്തില്ല, വണ്ടി പോലും വരത്തില്ല. വണ്ടി അന്ന് ഒരു കടലിൽ കൊണ്ടേ വെച്ചിട്ട് അവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്ന് വരണം. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ വരുമെന്ന് അദ്ദേഹം പറയണത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത കാണുമ്പോൾ നമ്മൾ കൊതിയോടെ അത് പഠിച്ചു പോകും. അത് ടീച്ചർ ഫങ്ഷൻ അല്ല ചെയ്യണത്, മിഷനാണ് ചെയ്യണത്. അതാണ് ഇപ്പോഴും ജീവിച്ചിരിക്കണം കണ്ടല്ലേ ആൾ, മിഷൻ ചെയ്തിരിക്കണത്. ഇതുപോലെ ഓരോ കാര്യവും നമുക്ക് ഫങ്ഷനായിട്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു മൊഡ്യൂൾ പോയി ഹിയറിങ്. നേരത്തെ ഉടമ്പടി എടുക്കുന്ന മുമ്പ് 3 മൊഡ്യൂൾ പോകുമായിരുന്നു. IELTS ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചെങ്കിൽ ഒരു മൊഡ്യൂൾ പോയി. ഒരു മൊഡ്യൂൾ പോയപ്പോൾ അവൾ എന്താ ചെയ്തിരിക്കണത്, അവൾ ഇവിടെ വന്നേച്ചും അത് മുഴുവൻ റീഫോർമാറ്റ് ചെയ്ത്, അത് വെച്ച് കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ മാറ്റി. അവർ വന്നിട്ട് അവൾ പറയുന്നുണ്ട്, ആ കുട്ടി പറയുന്നുണ്ട്, അതായത് എനിക്ക് ഈ രോഗികളെ എങ്ങനെ പോയി കാണും, നമ്മൾ ആശുപത്രി ചെയ്യുമ്പോൾ കന്യാസ്ത്രീമാർ കടത്തി വിടുവോ, രോഗികളോട് എന്ത് സംസാരിക്കും, നമ്മൾ സംസാരിക്കുമ്പോൾ അവരെന്തിങ്ങോട്ട് പറയും, അവരോട് അവർ പറയണത് അവരോട് നമ്മൾ സംസാരിക്കണത് അവർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ കുറേ നൂലാമാലകളിൽ ഇവർ അത് ഉഴപ്പിയാണ് സംഭവം ചെയ്യണത്. താല്പര്യം അവിടെ അഭിഷേകം ആയിട്ടില്ല സംഭവത്തിന്. രോഗികളെ കാണുന്നതിന് പ്രത്യേക അഭിഷേകമുണ്ട്. കാര്യം അത് ഇപ്പം ഇന്ന ആളിന് അഭിഷേകമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ, അവർ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു. ഞാൻ ഇവിടെ ഈ വർക്ക് ചെയ്യുന്ന കാലത്ത് അവർ പഞ്ചായത്ത് മെമ്പറായിരുന്നു അവിടുത്തെ. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങിയപ്പോൾ അവർ കൈ പൊക്കി കൂട്ടത്തിൽ ആദ്യത്തെ ആളാണ്, ഞാൻ ആശുപത്രിയിൽ പോകാമെന്നും പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പത്രം വാങ്ങിച്ചിട്ട് തുറവൂരുകാരത്തിയാണ്, ഇപ്പോഴും ഇവിടുത്തെ മെയിൻ പ്രവർത്തകയാണ്. അവർ പത്രം വാങ്ങിച്ചിട്ട് തുറവൂരിൽ നിന്ന് ഇതുപോലെ അമ്പലപ്പുഴ പോയി ആശുപത്രി ഇരുന്ന്, കായംകുളത്തും പോയി ആശുപത്രി ഇരുന്ന് ഈ പത്രം കൊടുക്കുക. അപ്പോൾ ചില രോഗികൾക്ക്, പ്രായമുള്ള രോഗികൾക്ക് കണ്ണ് കാണത്തില്ലല്ലോ. അപ്പോൾ അവർ കൊച്ചേ കണ്ണ് കാണുന്നില്ലെന്ന് പറയുമ്പോഴേ ഇവർ ആ പത്രം അവിടെ ഇരുന്നുകൊണ്ട് അവരെ വായിച്ച് കേൾപ്പിക്കും, കണ്ണ് കാണാൻ പാടില്ലാത്തവരെ. അതാണ് ഫങ്ഷൻ. അതാണ് മിഷൻ എന്ന് പറയണത്. അവർ അക്രൈസ്തവ ഈഴവ സഹോദരിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ്. പക്ഷേ ഇതിനവർക്ക് അഭിഷേകമുണ്ട് അവർക്ക്. പക്ഷേ അതേസമയം തന്നെ മറ്റുള്ളവർക്ക് പത്രം കിട്ടുമ്പോൾ കണ്ണ് കാണാൻ പാടില്ല, എന്താ ചേട്ടൻ വായിക്കണ്ട, കണ്ണ് കാണാവുന്നവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്ത ബെഡേ പോയി കൊടുക്കും. ഇതിനാണ് ഫങ്ഷൻ എന്ന് പറയണത്. ഇതാണ് ഫങ്ഷൻ എന്ന് പറയണത്. മിഷൻ എന്ന് പറയണത് കണ്ണ് കാണാൻ പാടില്ലേ, കുഴപ്പമില്ല ചേട്ടാ, ഇത് കർത്താവിൻ്റെ വചനങ്ങളാണ്, ഇത് ഞാൻ വായിച്ച് ഏൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ കട്ടിലിരുന്നതിന് വായിച്ച് ഏൽപ്പിച്ച് കൊടുക്കും. ഇത് ചെയ്യണത് ആരാണ്? നോൺ ക്രിസ്ത്യൻസാണ് ചെയ്യണത്. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ ഹാർവസ്റ്റിംഗ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, റേറ്റിംഗ് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അതായത് ഉടമ്പടിയുടെ ഹാർവസ്റ്റിംഗ് നോക്കുമ്പോൾ ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് ദൈവസ്നേഹത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, അവർ കൂടുതൽ കൊയ്യും. ആർക്കാണ് കൊടുക്കണത്?
ആ സന്തോഷത്തോടെ പോയി. ആ വചനം വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 13:44. മത്തായി ശ്ലീഹ സുവിശേഷം 13:44 വാക്യം വായിച്ചോളൂ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഏറ്റു പറഞ്ഞേ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഉള്ളത് ചിലപ്പോൾ ഉറക്കമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉറക്കം കൊടുത്തിട്ടുണ്ട് ദൈവത്തിന്. കാര്യം 2 മണി വരെ ഇരുന്നൊക്കെ വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും രാത്രി തന്നെ 12 മണി തൊട്ട് 2:30 മണി വരെ നിന്ന് 10 കൊല്ലം സെമിനാരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്വം ഉണ്ടാവുകയെ. ഭവിഷ്യത്തൊക്കെ കർത്താവ് നോക്കണം. അതെൻ്റെ വിഷയമല്ലെന്ന് ഞാൻ പറയും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണത് സന്തോഷത്തോടെയാണ്. അല്ലാതെ അയ്യോ ഇനി ഉറക്കം പോവില്ല, അയ്യോ ഇന്ന് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇനി 10 പത്രം കൂടി ഉണ്ടല്ല, ഇത് ആർക്ക് കൊടുക്കാനാണ്? കൊടുത്ത വീട്ടിൽ തന്നെ കൊടുക്കുമ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അപ്പോൾ ആ 2 വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കൊടുക്കാതെ പോരും. അത് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. അതെങ്ങനെയാണ് വീട്ടിൽ വെക്കണത്? അളിഞ്ഞ മോന്തമായിട്ടാണ് പോരണത്. അതാണ് കുഴപ്പം. മിഷനല്ല, അപ്പം അത് ഫങ്ഷനാണ്. അഭിഷേകമായിട്ടില്ല. മറിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അടുത്ത വീട്, ഏത് വീടാണ് പത്രം കിട്ടാത്തത് അവിടം വരെ പോകാനുള്ള സന്തോഷം ഉണ്ടാകണം. കാര്യം മിഷൻ ചെയ്യണത് അങ്ങനെയാണ്. മറ്റതെല്ലാം ഫങ്ഷനാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അഭിഷേക വഴികളിലെ ഫങ്ഷൻ അല്ലാതെ മിഷൻ ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ. ഞങ്ങളുടെ ശരീരം ഇങ്ങനെ പുതുക്കി ഉടമ്പടി മുന്നേറണ കാണാം. എനിക്ക് ഉടമ്പടി 2 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അപേക്ഷ, നിങ്ങൾ ആ വിഷയം വിട്ടുകളയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ 2 പ്രാവശ്യം മീൻസ് 90/90 180 ദിവസം നിങ്ങൾ പുതുക്കി ഒരേ വിഷയം വെച്ചാൽ പുതുക്കണത് അല്ലേ? ഇനി 3-ാം പ്രാവശ്യം നിങ്ങൾ പുതുക്കുകയാണെങ്കിൽ ആ വിഷയം നിങ്ങൾ വിട്ടുകളയണം. എന്താ കാര്യം എന്നറിയാമോ? വിഷയം വെച്ചോ, പക്ഷെ അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കരുത്. എനിക്ക് ജോലിയില്ലല്ലോ, എനിക്ക് കല്യാണം ഇല്ലല്ലോ, എൻ്റെ ചിട്ടി വീണില്ലല്ലോ, എൻ്റെ ലോൺ പാസ്സായില്ലല്ലോ, വിഷയം ചോദിച്ചുകൊണ്ട് നടക്കരുത്. അതായത് 2 പുതുക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിഷയം വിട്ടുകളയണം. പിന്നെ എന്ത് വിഷയം എടുക്കണം? വിട്ടുകളയല്ല, നിങ്ങൾ എടുക്കേണ്ട വിഷയമുണ്ട്. എടുക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോഡാണ്. കർത്താവേ, നിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹമല്ല, നീയാണ് എനിക്ക് വേണ്ടത്, വിലപ്പെട്ടവൻ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ കാര്യം ഈ നൊവേന ദിവ്യകാരുണ്യ ആരാധനയിൽ ഇവിടെ കൂടുമ്പോഴല്ലേ സാന്നിധ്യമുള്ളൂ. ദിവ്യകാരുണ്യ ആരാധന വെക്കുമ്പോഴേ ആ ആരാധന നടക്കുന്ന സമയത്താണ് അതിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാക്കണത്. അത് കഴിയുമ്പോൾ കുർബാന അടക്കം ചെയ്യും. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഈ സാന്നിധ്യം ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകും. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. നിങ്ങൾ പുതുക്കി കഴിയുമ്പോൾ ഉടനെ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹം എന്ന് ഇപ്പോഴും നിങ്ങൾ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം മാറ്റിയിട്ട് നിങ്ങളുടെ വിഷയം, എൻ്റെ വിഷയമേ കർത്താവേ നീയാണെന്ന് പറയണം. എന്താണ്? കാര്യം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ നിയോഗം എന്താണ്? പ്രസൻസാണ്. മറ്റ് ജപമാലയിൽ നിന്ന്, നൊവേനയിൽ നിന്ന്, പള്ളികളിൽ നടക്കുന്ന ആരാധനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ഈ പ്രസൻസാണ്. പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസാന്നിധ്യം. ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എബ്രഹാത്തിനോട് ചെയ്തപ്പോഴും, അതുപോലെ തന്നെ മോസസിനോട് ചെയ്യുമ്പോഴും, ജോഷുവയോട് ചെയ്യുമ്പോഴും ദൈവം പറയണത് ഈ സാന്നിധ്യമാണ്. എന്താണ്? ഐ വിൽ ബി വിത്ത് യു, വേറെവർ യു ഗോ ഐ വിൽ കം വിത്ത് യു
എവിടെ നീ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അപ്പോൾ 33:14 ജോഷുവ 9:1 അതെല്ലാം ഇതെല്ലാം സാന്നിധ്യത്തിൻ്റെതാണ്. ഈ സാന്നിധ്യം ഉടമ്പടിയിലുള്ള ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കണത് ഇക്കാലത്ത് മനുഷ്യർ അനുഭവിക്കുന്നത് മരിയൻ ഉടമ്പടിയിൽ നിന്നാണ്. അങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവൊക്കെ വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. ജയമോള് തെരേസ സുനിൽ മണർകാട് പാലക്കാട് മണർകാടിൽ നിന്ന് തെരേസ സുനിൽ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യമായി. അപ്പോൾ ഇവളെ പല കാലങ്ങളിൽ ഉടമ്പടി എടുക്കണം, ഉടമ്പടിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഈ പാലക്കാട് മണർകാട് നിന്ന് അവിടെ നിന്ന് ആരാ വരുന്നതെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് 10 പേര് വരുന്നുണ്ടെങ്കിൽ 10 സ്ഥലത്തു നിന്നല്ലേ വരണത്. മണർകാട് തന്നെ പല സ്ഥലത്തു നിന്നല്ലേ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് തമ്മിൽ അറിയത്തില്ല എങ്ങനെ. അപ്പോൾ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോകും ആലപ്പുഴ, ഞാനെങ്ങനെ ഉടമ്പടി എടുക്കും, ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നം തീരും എന്നിവർ മനസ്സിൽ പറയുന്നുണ്ട്. പണ്ട് രക്തസ്രാവക്കാരോഗി പറഞ്ഞ പോലെ മനുഷ്യൻ പറയണേ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നെന്ന് പറയത്തില്ലേ. ഈ ഉള്ളിൽ കരുതിയ ആൾക്കാർ ഇന്നുമുണ്ട്. ഈ തെരേസ സുനിലെ മണ്ണക്കാട് പാലക്കാട് ഈ വിഷയമാണ്. അതായത് അവളുടെ പ്രശ്നം എന്താ? പട്ടയം കിട്ടണില്ല, അതാണ് പ്രശ്നം. പട്ടയം പുരയിടത്തിന് 10-40 സെൻറ്റ് ജീവിക്കാൻ ഭൂമിയുണ്ട്, ഈ ജീവനാംശത്തിന് പട്ടയമില്ല, അതാണ് പ്രശ്നം. അതിന് ഭയങ്കര കുരുക്കുകളും വേറെ ആൾക്കാരുടെ തർക്കങ്ങളും വേറെ ആൾക്കാരുടെ ബെൻഡുവെപ്പും കൊണ്ട് വർഷങ്ങളായിട്ട് പട്ടയമില്ല. അതുകൊണ്ട് ഉടക്കാനും തുളക്കാനും പറ്റത്തില്ല, ലോൺ എടുക്കാൻ പറ്റത്തില്ല, ഈട് വെക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പൊറുക്കണമെന്ന് മാത്രം. വീട് പോലും മര്യാദയ്ക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം പറ്റിച്ചിട്ട് ചോദിക്കും. നമ്മൾ വീട് റിപ്പയർ ചെയ്യാൻ ചെല്ലുമ്പോഴും അതിൻ്റെ നമ്പർ ഇടാൻ ചെല്ലുമ്പോഴും പറ്റിച്ചിട്ട് ചോദിക്കും. അപ്പം നിന്നുറഞ്ഞു പോണ ഒരു ജീവിതമാണ്. അപ്പം പട്ടയം കിട്ടുന്നത് നമുക്ക് നിസ്സാരമാണ്, അത് അനുഭവിക്കുന്നവർക്കറിയാം. നിന്നുറഞ്ഞു പോണ ജീവിതമാണ്. അപ്പോൾ ഈ തെരേസ സുനിൻ്റെ മനസ്സിലുണ്ട്, ആലപ്പുഴ പോയാൽ അമ്മയുടെ ഉടമ്പടി ചെയ്താൽ രക്ഷപ്പെടും. പക്ഷെ ഞാനെങ്ങനെ പോകും? അതാണ് അവൾ വിചാരിക്കുന്നത്. എനിക്കറിയത്തില്ല ആരാണ് പോണത്. ആലപ്പുഴ ഒന്നും വന്നിട്ടില്ല, എറണാകുളത്ത് പോലും വന്നിട്ടില്ല. പാലക്കാട് നിന്ന് വരണവേ. ഞാൻ ഈ സൈലൻറ്റ് വാലിലൊക്കെ 2 പ്രാവശ്യം പോയത് കാരണം എനിക്കിത് സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ നമ്മൾ ഇപ്പോൾ സെഹ്യോനിൽ പോകുമ്പോഴും മണ്ണക്കാട് വഴിയല്ലേ ചിലർ പോകണത്. അപ്പോൾ സ്ഥലം അറിയാം. പക്ഷേ അവിടുന്ന് ആ ഇടഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരിക പാടാണ്. അപ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെടും, മാതാവേ ഞാൻ എങ്ങനെ വരും, ആരെങ്കിലും എന്നെ കൂട്ടുകൊണ്ട് പോയിച്ചെങ്കിൽ, ഇവിടെ വരുന്ന ആരെങ്കിലും കണ്ടേച്ചെങ്കിൽ, എങ്കിലും കാശൊക്കെ വേണ്ടേ, ഇവിടെ വന്ന് പോകണമെന്ന് വെച്ചാൽ 10,800 രൂപയെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ച് എങ്ങനെ ഇരിക്കുക, മടുത്തും മടിഞ്ഞുമൊക്കെ ഇരിക്കണ സമയത്ത് ഒരു ദിവസം ഒരു ചാരമേഘം ഇവളുടെ മുറിയിലോട്ട് കയറി വരും. അപ്പോൾ ഇവിടെ ആകെപ്പാട് തണുത്തു പോകും. ഒരു ചാരമേഘം ഇങ്ങനെ കയറി വരും അവളുടെ മുറിയിലോട്ട്. ഉടനെ ഇവളങ്ങ് തണുത്തു പോകും. അതോടുകൂടി വിളിച്ച് കൂട്ടുകാരത്തെ വിളിക്കും, എടി ഒരു ചാരമേഘം വന്നു എന്നെ തണുപ്പിച്ചെന്ന് പറയും. ഉടനെ കൂട്ടുകാരത്തി പറയും, എടി അത് കൃപാസനം മാതാവാണ്, നീ പോയി ഉടമ്പടി ചെയ്യ്, നിൻ്റെ പട്ടയത്തിൻ്റെ കാര്യം അമ്മ ചെയ്തു തരുമെന്ന് പറയും. ഇത് അവൾക്ക് ഈ കൂട്ടുകാരത്തിക്ക് ഇതിനെക്കുറിച്ച് കൂട്ടുകാരത്തിലെ ബന്ധുവാണ്, ബന്ധുവിന് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അഭിഷേകമായി. അതുകൊണ്ടാണ് പിറ്റേ ദിവസം അവൾ കാറെടുത്തോണ്ട് വന്ന് ഇവളെ പിക്കപ്പ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ അമ്മ പട്ടയം എഴുതി കൈ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയിടിച്ച് ഈ സഭയുണ്ടായിട്ട് കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. നമ്മൾക്ക് അതായത് വേറെ ഒരു ലെവലാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കുക എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പിടിച്ചു വെച്ചാണ്, വിട്ടുകൊടുക്കാതെയാണ് ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലാഗ് ചെയ്യണത്. ചിലക്ക് താമസിക്കുന്നില്ലേ. ഇപ്പോൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കാതെയാണ് ചെയ്യണത്. ഇപ്പോൾ പറഞ്ഞു ഒരു അവളുടെ
3 മൊഡ്യൂൾസ് പോയപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു മൊഡ്യൂൾ പോയി. അപ്പോൾ അവളെന്താ ചെയ്തിരിക്കണത്? അവൾ നേരെ പാലായി നിങ്ങോട്ട് വന്നിട്ട് 5 കെട്ട് പട്ടണം മേടിച്ചുകൊണ്ട് പോയി. മനസ്സിലായില്ലേ? അതാണ് വിഷയം. അതിനെ രീതി മാറ്റിക്കളഞ്ഞു. രീതി മാറ്റിയിട്ട് 2-3 ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെല്ലാം കണ്ട്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവം ഒന്ന് തോപ്പിക്കുമ്പോൾ നമ്മൾ അതിന് പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസവും വിശ്വസ്തതയും അങ്ങോട്ട് പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഗുണം എന്താ? ദൈവം വിശ്വസ്തനല്ലേ. അപ്പോൾ നീ വിശ്വസ്തത കാണിച്ചാൽ പിന്നെ ദൈവം പിന്നെ അവിടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. കാര്യം നീ അത് ഇപ്പോൾ കണക്ക് സാറിനെ പോലെ നിൻ്റെ കണക്കും വഴിയും ശരിയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ദൈവത്തിൻ്റെ രീതി അതാണ്. ഇപ്പം നമ്മൾ എക്കണോമിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി എത്ര എഴുതിയാലും നമുക്ക് 100 മാർക്കിൻ്റെ 20 മാർക്കിൻ്റെ ചോദ്യം ഹിസ്റ്ററിയാണ് നമ്മൾ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ മലയാളമാണ് എഴുതണമെന്നുണ്ടെങ്കിൽ സാറ് നമുക്ക് 20 മാർക്കിൻ്റെ ചോദ്യത്തിന് 20 മാർക്കും തരത്തില്ല. അവർ 18 മാർക്ക് തരും മാക്സിമം. 2 മാർക്ക് വല്ല തെറ്റും ഉണ്ടാകുന്ന അവർ സ്വയം ഗണിക്കും. ഒരു തെറ്റും ഉണ്ടാകത്തില്ലേ പക്ഷേ ഈ സ്വയം ഗണിതം കണക്കിലില്ല. കണക്ക് വഴിയും സത്യം ഉത്തരം കറക്റ്റാണെങ്കിൽ അതിൻ്റെ 20 മാർക്കും കിട്ടും. ദൈവം ഈ കണക്കിൻ്റെ ആളാണ്. എന്ന് വെച്ചാൽ നീ വിശ്വസ്തതയാണ് കാണിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വിശ്വസ്ത വെള്ളം ചേർക്കത്തില്ല, അതിനോട് ഇരട്ടി നിനക്ക് കാണിച്ചു തരും. 3ാമത്തെ പുതുക്കിലേക്കാണ് നിങ്ങൾ വന്നിരിക്കണമെങ്കിൽ വിഷയം വിട്ട് കളയണം. പിടിയാ, ഇനി വിഷയം കൊണ്ടിരിക്കരുത്. വിഷയം എഴുതണമേ, വിഷയം എഴുതാതിരിക്കരുത്. പക്ഷേ നിങ്ങളെ തലയെ കൊണ്ട് നടക്കരുത്. നിങ്ങൾ തലയെ കൊണ്ട് നടക്കേണ്ടത് എന്താണ്? കർത്താവേ, നിൻ്റെ സാന്നിധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം ഉടമ്പടി പോലെ സാന്നിധ്യത്തെ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല. കാര്യം നീ ചെയ്യണ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സാന്നിധ്യം എന്ന് പറഞ്ഞില്ലേ, സാന്നിധ്യം എന്ന് പറയണത്, ഉടമ്പടി സാന്നിധ്യം എന്ന് പറയണത് അതിനകത്തെ പ്രകടനപരതയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. സാന്നിധ്യം 2 തരമുണ്ട്. അലൗകികമായ സാന്നിധ്യമുണ്ട്, അല്ലേ? പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയോടെ സ്വീകരിക്കുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യമുണ്ട്. പക്ഷേ അടയാളം കാണണമെന്ന് നിർബന്ധമില്ല. ഉടമ്പടിയിലുള്ളത് വെച്ചാൽ അടയാളം കാണും. ഇപ്പോൾ സഞ്ചാരി മാതാവ് വെന്റിലേറ്റർ വന്നെന്നൊക്കെ പറയണില്ലേ, അത് അടയാളമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ വെന്റിലേറ്ററിലാണ്. ആ സാക്ഷ്യം കേട്ടത് നിങ്ങൾ കണ്ടു കാണുമോ അല്ലേ? വെന്റിലേറ്ററിലാണ്. അയാൾക്ക് നമ്മുടെ കൃപാസനത്തെക്കുറിച്ച് മാതാവിനെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല. അയാൾ വെന്റിലേറ്ററിലാണ്. ബ്രെയിൻ ഡെത്തിനോട് അടുത്ത് നിൽക്കണ അയാൾ. പക്ഷേ അയാളുടെ അവബോധ മനസ്സിൽ ഒരു ചാരക്കള്ള രൂപം തെളിഞ്ഞു വരും. അതായത് കാര്യം, അയാളുടെ വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ കാര്യം ഹസ്ബൻഡ് എങ്ങനെയോ ഈ ഒരു അവസ്ഥയിലായി, ഐസിയിലായിപ്പോയി, വെന്റിലേറ്ററായി, ബോധമില്ല. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതോടുകൂടി വൈഫ് അത് കറക്റ്റായിട്ടാണ് നിറവേറുന്നത്. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ചാൽ നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലെന്നല്ലേ ഉള്ളൂ. ബാക്കി ഉടമ്പടി എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടുമല്ലോ. അത് വൃത്തിയായിട്ടാണ് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോഴേ വൈഫ് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചതാണ്, ഇയാളുടെ ബോധ മനസ്സിൽ ഒരു ചാര നിറത്തിലുള്ള രൂപം പ്രത്യക്ഷപ്പെടും. കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് ബോധം വരും. അതേ നേരം ബോധമില്ലാതെ കിടക്കുകയാണ്, വെന്റിലേറ്ററിലല്ല കിടക്കണത്. അതിനുശേഷം ഇയാളെ പിന്നെ അയാൾ പിക്കപ്പ് ചെയ്ത് വരികയാണ്. അപ്പോഴദ്ദേഹത്തിന് മാതാവിൻ്റെ പടം കാണിച്ചപ്പോഴാണ് അറിയണത് ഈ രൂപം ഇയാൾ മനസ്സിൽ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഈ രൂപത്തെക്കുറിച്ച് നേരത്തെ ഇയാൾക്ക് അറിയത്തില്ല. ഈ രൂപം കണ്ടപ്പോഴാണ് ഇത് കൃപാസനം മാതാവാണല്ലോ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവ്, ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി നമുക്ക് ദൈവം തന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും എൻ്റെ മക്കൾ സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ കൂടെ ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് അടയാളങ്ങൾ കിട്ടുക എന്നത്. അടയാളം കിട്ടിയാൽ മാത്രമേ സഭ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടയാളങ്ങൾ ഇനിയും ഉണ്ടാവും. അടയാളങ്ങൾ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറണമേ എന്ന് 2015 കിട്ടിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അവസാനമാണ്
മാതാവ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ട് ഉടമ്പടി തരണത്. ഉടമ്പടി അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ മുന്നേറ്റമാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ, ദൈവമായിട്ട് നമുക്ക് ഇത്ര കണ്ണെ കണ്ണ് കാണെ കയ്യെ കൈ കൊടുക്കാവുന്ന ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ഒരു ബോധം ഈ ഉടമ്പടി ചിലർക്ക് ഒന്നാം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉണ്ടാകും, ചിലർക്ക് രണ്ടാം ഉടമ്പടി എടുക്കുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത് പുതുക്കുമ്പോൾ, ചിലർക്ക് മൂന്നാം ഉടമ്പടി എടുക്കുമ്പോഴായിരിക്കും അവർക്ക് തിരിച്ചറിവ് വരണത്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ആദ്യമേ തിരിച്ചറിവ് വരാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഉടമ്പടിയുടെ ആഴങ്ങളിലുള്ള ആത്മബന്ധത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ അഭിവാഞ്ചയെ അനുഭവിച്ചറിയുവാൻ അതനുസരിച്ചുകൊണ്ട് സ്വയം സമർപ്പിതരാകുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരേ രീതിയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഗുണം ചെയ്യുന്ന രണ്ട് സാക്ഷ്യങ്ങളെ കൂടി പെട്ടെന്ന് പറഞ്ഞ് ശുശ്രൂഷയിലേക്ക്, ആശീർവാദത്തിലേക്കും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരേ രീതിയിലുള്ള സാക്ഷ്യം എന്ന് പറയണതേ, ചില സമയത്ത് നമുക്ക് അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആരും വർക്കൗട്ട് ചെയ്യാത്ത ഒരു സമയം ഉണ്ടാവും. നമുക്ക് ബന്ധുക്കളുണ്ട്, സ്വന്തപ്പെട്ടവരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സംഘടനയുണ്ട്, പാർട്ടിയുണ്ട്, പള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും വർക്ക് ചെയ്യാത്ത സമയം ഉണ്ടാവും. സമയം ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകണമെന്നുള്ളതാണ് അച്ഛൻ്റെ അനുഭവം. അച്ഛൻ്റെ അനുഭവം മാത്രമല്ല, പല ആൾക്കാരുടെ അനുഭവം. അത് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും നല്ല കാലാവസ്ഥയിലൂടെ പോകുന്നത് അനുഭവിക്കുന്ന ഡിസോൺമെൻറ്റാണ്. അതായത് നമ്മൾ അവർ ഡിസോൺ ചെയ്ത് കളയും, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി ചെയ്യണ കാര്യമൊന്നും ഏക്കത്തില്ല. അവരവിടെ റെക്കമെൻഡ് ചെയ്യുക, ഇവിടെ റെക്കമെൻഡ് ചെയ്യുക, അവിടെ വിളിച്ച് പറയുക, ഇവിടെ വിളിച്ച് പറയുക, ഞാൻ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ എങ്ങനെ കൂടെ വന്നാലും ഏക്കത്തില്ല. ഇപ്പോൾ ഇത് പറയും ബാങ്ക് ലോൺ തരണില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ വന്ന് പറയാം എന്ന് പറയുമ്പോൾ കൂടെ വന്നാലും ചിലപ്പോൾ മാനേജർ ഇയാൾക്ക് പരിചയമുള്ള മാനേജറോട് നിന്ന് മാറിപ്പോയി കാണും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ടും നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകും. എങ്ങനെ? എല്ലാവരും ഉണ്ട്, വാട്ടർ എവരിവെയർ വാട്ടർ എന്ന് പറയത്തില്ല, എല്ലായിടത്തും വെള്ളം, പക്ഷെ കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് നമുക്ക്, പക്ഷെ ആരെയും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. ഇതാണ് ജീവിതത്തിലെ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയം. ഇത് വിവേചിച്ച് അതിങ്ങനെ സിറ്റുവേഷൻസിലേക്ക് എല്ലാവരും തന്നെ നിർത്തപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നിർത്തപ്പെടുമെന്നല്ല, നിങ്ങൾ ആ സാഹചര്യത്തിൽ വരും. അതായത് ദൈവം മാറി നിൽക്കുകയോ ദൈവത്തെ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യണ സാഹചര്യം ആണെന്നറിയാവോ? നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റും എൻഗേജ്മെൻറ്റുമാണ്. രണ്ട് വാക്കാണ്, അപകടകരമായ രണ്ട് വിഷമാണ് ഈ സംഭവം. ഒന്ന് സൈനൈഡ് പോലെ വിഷമാണ് എൻഗേജ്മെൻറ്റ് സൈനൈഡ് പോലെ വിഷമാണ്. അതുപോലെ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്, നിങ്ങളുടെ ഇടപഴകൽ ഏറ്റവും കൂടുതൽ വ്യക്തി ആരോടാണ്? ആ വ്യക്തിയാണ് നിങ്ങളുടെ ദൈവം. ക്ലിയർ? പിന്നെ ദൈവത്തിൻ്റെ അവിടെ ആവശ്യമില്ല, സ്പേസ് ഇല്ല. പല ആൾക്കാർക്കും വന്നിരിക്കുന്നത് ആധ്യാത്മിക അപകടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കസേര വലിക്കണ പരിപാടിയാണ്. ദൈവത്തിൻ്റെ കസേര വലിച്ചു കളയും, ദൈവം ഇരിക്കാനുള്ള കസേര വലിക്കും. എന്താ കാര്യം? അതെന്ത് സംഭവിച്ചാൽ ദൈവം ആർക്ക് നിങ്ങൾ അമിത പ്രാധാന്യം കൊടുത്താൽ അയാൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ദൈവമായിട്ട് വർക്കൗട്ട് ചെയ്യും. അതോടുകൂടി തന്നെ സത്യദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് സംലഭ്യമല്ലാതെ വരും. നിങ്ങൾ ഉടമ്പടി എടുത്താലും അറ്റാച്ച്മെൻറ്റും എൻഗേജും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ ഫലം ചെയ്യത്തില്ല. അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ആരോട് നിങ്ങൾ ഒട്ടി നിൽക്കുന്നു,
എന്തിനോട് നിങ്ങൾ ഒട്ടി നിൽക്കുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരമ്മ സാക്ഷ്യം പറഞ്ഞ എന്താണ്, ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ എൻ്റെ മകൻ്റെ പബ്ജി കളി കർത്താവ് അവസാനിപ്പിച്ചെന്ന്. അതാണ്. അപ്പോൾ ആ മേഖലയിൽ ആ വീടിന് അവന് അറ്റാച്ച്മെൻറ്റാണ് അതിൻ്റെ അകത്ത് അവന് അറ്റാച്ച്മെൻറ്റ് തന്നെയല്ല. ഇപ്പോൾ വേറെ ബിന്ദു ഈ ദിവസം ഈ ആലപ്പുഴയിൽ നിന്നൊരു സാക്ഷ്യം ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് പേരെന്താ അവരുടെ, ടിൻറ്റു ആലപ്പുഴ, ടിൻറ്റു പൊങ്കാവ് ആലപ്പുഴ. അവരുടെ സാക്ഷ്യം എന്ന് പറയണത് അവരിങ്ങനെ അതിങ്ങനെ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ അവർ അക്ഷയയിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ കുറേ സർട്ടിഫിക്കറ്റ് ത്രൂ അക്ഷയല്ലേ. അപ്പോൾ അവിടെ കൊച്ചിനെ വെച്ചുകൊണ്ട് സൈക്കിളിൻ്റെ ബാക്കിൽ കുട്ടിയെ വെച്ചുകൊണ്ട് അക്ഷയയിലേക്ക് പോവുകയാണ്. അക്ഷയയിലേക്ക് പോയി സൈക്കിള് ചവിട്ടി അവിടെ എത്തണ സമയത്ത് കാല് ഈ മസിൽ വെട്ടിക്കയറി. മസിൽ വെട്ടിക്കയറിയോടുകൂടി നമുക്കറിയാമല്ലേ, സൈക്കിൾ ചവിട്ടുന്ന ആളിൻ്റെ മസിൽ വെട്ടിക്കയറിയ നീന്തണ ആളിൻ്റെ മസിൽ വെട്ടിക്കയറിയാണെങ്കിൽ അയാൾ അപ്പം തന്നെ മുങ്ങിച്ചത്തു പോകും. പല നീന്തൽ താരങ്ങൾക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോഴേ അതുകൊണ്ടാണ് അവർ നിരന്തരം എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അല്ല, ഒരിക്കലും നീന്തി എക്സസൈസ് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മസിൽ വെട്ടിക്കയറി. മസിൽ വെട്ടിക്കൊണ്ടിരുന്ന സ്റ്റിഫായി പോയില്ലേ. അപ്പോൾ കൊച്ച് തെറിച്ച് റോഡേ വീണ്. ബാക്കിലിരുന്ന കൊച്ച് നിരച്ചറിയ സമയത്ത് തെറിച്ച് റോഡേ വീണിട്ട് ഇവൾക്കാണെങ്കിൽ മസിൽ വെട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം സൈക്കിളിൽ നിന്ന് വിടാനും പറ്റില്ല. അവളുടെ ആ പടയുള്ള അവളുടെ ഒരു ഉറപ്പ് സൈക്കിളാണ്. സൈക്കിളിൽ നിന്ന് വിട്ടാൽ അവൾ തലച്ച് വീഴും, കൊച്ചിൻ്റെ മെത്ത അല്ലെങ്കിൽ അലച്ചല് വീഴും. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ. കൊച്ചാണെങ്കിൽ നാഷണൽ ഹൈവേ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് ഒരു പിടിയില്ല. അപ്പോൾ അടുത്തൊരു കുട്ടി അവിടെ, വേറെ ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ട് റോഡ് സൈഡിൽ. അവനെന്തോ കയറിയിരിക്കണം, അറിയത്തില്ല. അവളങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കണത്. അല്ല സ്റ്റെപ്പാവെല്ലാം ഉണ്ടാവുമായിരിക്കും അവിടെ, അല്ലെ കടത്തിണ്ണവല്ലോ ആയിരിക്കും. അവൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ കാഴ്ച കൊച്ചു റോഡേ കിടക്കണം കാണുന്നുണ്ട്. പക്ഷെ അവൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനിത് വല്ല പബ്ജി കളിച്ച അല്ലെങ്കിൽ വീഡിയോ ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊരു ഫീലിങ്ങും ഇല്ല. കൊച്ചു റോഡെ വണ്ടി ഇങ്ങനെ ഒട്ടവും നീളം വായുന്ന കാരണം കണ്ടിട്ട് ഈ കൊച്ചിനെ രക്ഷിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ ഒന്നും ആ മൊബൈൽ നോക്കിയിരിക്കുന്ന പയ്യനേ ഇല്ല. അവൾ ഇവിടെ എന്താ ചെയ്താൽ നോക്കുമ്പോൾ ഇവളിങ്ങനെ ദയനീയമായിട്ട് അക്ഷയയിലേക്ക് നോക്കും. അക്ഷയയിൽ നിറച്ച ആളുണ്ട്, പക്ഷെ ആരും വന്ന് ഈ കൊച്ചിനെ ഒന്ന് എടുക്കണില്ല. പക്ഷെ നമുക്ക് സങ്കടം തോന്നി പോകും. അപ്പോൾ അവൾക്ക് തന്നെ നിരാശയും സങ്കടവും. അതായത് ഇവൾ മസിൽ വെട്ടിയതായിട്ട് കാര്യം ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇവൾ ഓക്കെ ആണല്ലോ, അതാണ് വിഷയം. എനിക്കങ്ങനെ തോന്നിയത്. ആൾക്കാർ നോക്കി മസിൽ വെട്ടിയ കാര്യം ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ, അനങ്ങാൻ പാടില്ലാത്ത ആൾക്കാർ നോക്കുമ്പോൾ കൊച്ചിൻ്റെ തള്ള തന്നെ കൊച്ചിനെ എടുത്തുള്ളതും പറഞ്ഞാണ് ഓരോരുത്തരെ കരുതിയിട്ട് ആരെ സഹായിക്കുന്നത്. തള്ളയാണെങ്കിൽ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സ്റ്റക്കായിരിക്കണം, വണ്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കുഞ്ഞ് നടന്ന് ഒരു കേടുമില്ലാതെ അമ്മയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഇവൾ അറിയാതെ പറയണ കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ സമയത്ത് ഈ മസിൽ വെട്ടി സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൾ ചെയ്യണ കാര്യം കഴുത്തിൽ ഉടമ്പടി കാശുരുവുണ്ട്. അത് പിടിച്ച് കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം, അതാണ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കുഞ്ഞ് നടന്ന് അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ സേഫാവും. പക്ഷേ ഇവൾ പറയുന്ന റെസ്പോൺസ് കുറേ സാക്ഷ്യത്തിൽ കിടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും ഉണ്ടാവും, പക്ഷേ ആരുമില്ലെങ്കിലും നമുക്ക് ദൈവം മാത്രം മതിയെന്ന് എനിക്ക് മനസ്സിലായെന്ന് കൈയിട്ടിച്ച് കർത്താവിനെ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിലെ. അത് ജയമോളിൻ്റെ ആണ്. ജയമോൾ രാമപുരം പാലായിലുണ്ട്, കോട്ടയത്തുണ്ട്, കുറേ സ്ഥലത്തുണ്ട്. ഞാൻ രാമപുരം എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ ജയമോളിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയമോളിന് ഉള്ളൊരു അവർ ഒരു കുഞ്ഞു കുടുംബമാണ്. അവർക്കൊരു 10-40 സെൻറ്റ് റബ്ബറുണ്ട്. ആ റബ്ബറിൻ്റെ അകത്തുള്ള ഷീറ്റ് അവർ ടാപ്പ് ചെയ്ത് അവർ തന്നെ ടാപ്പ് ചെയ്യുകയാണ്.
എന്നിട്ട് ഷീറ്റാക്കുന്ന ഒരു റബ്ബർ പുര ഉണ്ടാക്കിയവർ. നമ്മൾ ഷീറ്റാക്കുന്ന ഈ റബ്ബർ അതിൻ്റെ പ്രത്യേക അച്ചും ഒക്കെ ഉണക്കി 80 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ കൊടുക്കത്തില്ലേ, അതുപോലെയുള്ള ഷീറ്റ് ഉണ്ടാക്കുന്ന ഭർത്താവും ഭാര്യയും കൂടി ഉള്ളൊരു ജോലിയാണത്. അത് വെച്ചാണ് അവർ ഭക്ഷണം കഴിച്ച് പോണത്. ഒരു സാധാരണ കുടുംബമാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു റബ്ബർ പുരയാണിത്, റബ്ബറിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന പുര, ഒരു കുടിൽ വ്യവസായമാണ്. പക്ഷേ അതിനിപ്പോൾ ഒരു പെൻഡിങ് ആയി. അത് പെൻഡിങ് എന്ന് പറയണത് അടുത്ത ആൾ കൊണ്ടുപോയി കേസ് കൊടുത്തുകയാണ്. വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴും ഞങ്ങളിത് തുടങ്ങട്ടെന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. അവർക്ക് ആദ്യം നമ്പരൊന്നും കൊടുത്തില്ല. ഇപ്പോൾ കുടിൽ വ്യവസായത്തിന് നമ്പർ കൊടുക്കണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചല്ല അതിൻ്റെ കറണ്ടും കാര്യങ്ങളും മറ്റ് ചിലവുകളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോഴേ ഈ ഗ്രീൻ ചാനലിലൂടെ എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തോളാം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് അവരങ്ങനെ ചെയ്തേനെ. ഒരു കൊല്ലമായിട്ട് ആ ബിസിനസ് വലിയ കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും, കടവില്ലാതെ പോകാൻ പറ്റും പാവത്തുങ്ങൾക്ക്, അങ്ങനെ പോവുകയും. പക്ഷേ ഇതിൻ്റെ കണ്ടിട്ട് ആരാണ്ട് കൊണ്ടുപോയി അവർക്ക് അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തവൻ കുറച്ച് അറിവുള്ളവനായ കാരണം എല്ലായിടത്തും കൊടുത്തു കേസ്. പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എല്ലായിടത്തും കൊടുത്തു. പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഇവർ ചെല്ലുമ്പോൾ ഇവർക്ക് നമ്പർ ഇട്ട് കൊടുക്കണില്ല, ആ കെട്ടർ നമ്പർ ഇട്ട് കൊടുക്കണില്ല. കെട്ടർ നമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ ആ തൊഴിൽ വ്യവസായം ചെയ്യാൻ പറ്റത്തില്ല. ഈ മലയാളികളുടെ ഏറ്റവും വലിയ ഗതികേടാണ് ശരിക്കും. ഈ എന്തെങ്കിലും തുടങ്ങാൻ ഇവിടെ ഭയങ്കര പാടാണ് ശരിക്കും. കാര്യം ഓരോരുത്തരും ഓരോ നൂലാമാലകളും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഇത് അടപ്പിക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുടെ തിന്മകളുടെ ശക്തി കൂടുതലാണ്. അത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ വന്നെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി പേര് വന്ന് ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവരതിൻ്റെ പെട്ടുപോയി. അപ്പോൾ ഇവരെന്നാ ചെയ്യുക, ഇവർ പാർട്ടി ചെന്ന് പറഞ്ഞു, ഞാൻ അത് അയാളെ വിളിച്ച് പറ ഇതൊന്ന് പെൻഡിങ്, ഇതൊന്ന് അയാളുടെ കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ പറയും. പാർട്ടിക്കാർ പക്ഷേ 2-3 പാർട്ടിയെ മാറി പറഞ്ഞിട്ട് പാർട്ടിക്കാരടത്തില്ല, അവരെ മൈൻഡ് ചെയ്യില്ല വിഷയം. കാര്യം മുഷ്കന്മാരാണെങ്കിൽ ചില പാർട്ടിക്കാർ അടുക്കത്തില്ല. കാര്യം അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതാണ് ഈ മുഷ്കന്മാർക്കുള്ള പ്രശ്നം, പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ട് അവർ ഇവിടുത്തെ അയാളത്ത് പോയി കെട്ടിവെക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അപ്പോൾ പാവത്തുങ്ങൾ നിസ്സഹായരായി പോകത്തില്ലേ. ഇതിങ്ങനെ ഒത്തിരി കേസുണ്ട്. അതിനുശേഷം പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, അപ്പോൾ അച്ഛൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഞാനങ്ങും വരികയില്ല, ഞാൻ അങ്ങനെ കേസ് എല്ലായിടത്തും കൊടുത്തിരിക്കണതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഇത് മധ്യസ്ഥയ്ക്ക് അച്ഛൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് അച്ഛനെ അവർ മടക്കി. അപ്പോൾ ഇതിന് ഒന്നും നടക്കത്തില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അവരെന്നാ ചെയ്ത്, അവരവിടെ നിന്ന് വന്ന് മാതാവിനോട് പറഞ്ഞു. അതാണ് വിഷയം. ഉടമ്പടിയുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എന്ന് പക്കാ ഒരു ജനകീയമായ ഇടപെടലാണ് ദൈവത്തിൻ്റെ. ഇവിടെ ഉടമ്പടി ചെയ്തേച്ചും മാതാവിൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ണീരിട്ട്, മാതാവേ ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ല, കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗ്ഗമില്ല, ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ആ വിഷയത്തിന് മേൽ തീരുമാനം. കാര്യം നമ്മൾ അപ്പോൾ അവർക്ക് വേറെ മാർഗമില്ലല്ലോ. അവരെന്നാ ചെയ്യുന്ന ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണം പിറ്റേ ദിവസം ഭർത്താവും ഭാര്യയും കൂടി വെളുപ്പിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയേച്ചും പിറ്റേ ദിവസം പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ പോയപ്പോൾ പഞ്ചായത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയണത്. പക്ഷേ ഈ ജയമോൾ എന്താ ചെയ്യിക്കണമെന്ന് അറിയാമോ, പിറ്റേ ദിവസം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പഞ്ചായത്തുകാരെ ഇത് ഒബ്ജക്ഷൻ ഉണ്ട്, കേസ് പോയിരിക്കണതാണ്, ഞങ്ങളുടെ ജോലി പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്ഥിരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജയമോൾ എന്താ ചെയ്യിക്കണമെന്ന് അറിയാമോ, ഈ ഉപ്പ് കൊണ്ട് പഞ്ചായത്തിൻ്റെ പാതിക്കിലിടും വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ നിങ്ങൾക്ക് ഉപ്പ് തരുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കും ഇത് എന്താ ഉപ്പ് കൊണ്ട് എന്നാ കാണിക്കാനാണൊക്കെ ഓർക്കും. പക്ഷേ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വചനത്തോട് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ വചനത്തെ വചനം പോലെ തന്നെ എടുക്കണത്, ആവശ്യമില്ലാത്ത ദുർവ്യാഖ്യാനമൊന്നും ചെയ്യത്തില്ല. ദൈവം ഒരു കാലത്ത് ഉപയോഗിച്ച ഇന്നും തൻ്റെ മനുഷ്യവർഗത്തിൻ്റെ കണ്ണീരൊപ്പം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വചനം.
അപ്പോൾ വചനത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതല്ല, ശരിക്കും പറഞ്ഞാൽ വചനം അനുഭവിക്കേണ്ടതാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആത്മാവ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ ഉപ്പിടുന്നത് ഞാൻ എന്തിനാണ് നിങ്ങൾ ഉപ്പിടാനൊക്കെ പറയും? ഞാൻ പറയും ഉപ്പുണ്ടാക്കാൻ ഞാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് കാര്യം ഞാനിത് ഉണ്ടാക്കാൻ കാരണം എന്താണ്? പല അറബിയുടെ കേസ് നമ്മുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ട് കോടതിയിൽ പോയി പറഞ്ഞാൽ അറബി പറഞ്ഞാൽ മതി, പാസ്പോർട്ട് ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ പാസ്പോർട്ട് അറബി പറയും നിങ്ങൾ ബ്ലഡി ഇന്ത്യൻസ് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ അപ്പനെ മടക്കുമ്പോൾ അമ്മ വന്ന് ഉടമ്പടി ചെയ്തു ഉപ്പ് കൊണ്ടുപോയി 75,000 രൂപ മുടക്കി ഫ്ലൈറ്റിൽ പോയി സൗദി പോയി അറബിയുടെ വാതിക്ക് പോയി ഉപ്പിട്ടും പോരും, ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിച്ചും പോരും. അപ്പം നിങ്ങൾ കേൾക്കുന്നവർക്ക് ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ. അതെ, അന്ധവിശ്വാസികൾക്ക് അന്ധവിശ്വാസമാണ്, വിശ്വാസികൾക്കിത് അതിജീവനത്തിനുള്ള മാർഗമാണ്. എന്താ കാര്യം? ഒരു കാലത്ത് ദൈവവചനത്തിൻ്റെ പാരമ്പര്യത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. എന്താ ചെയ്തിരിക്കണത്? അതായത് നമ്മ തോറ്റു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഉപ്പ് തരുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞ് എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണില്ല. കിട്ടുമേ, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ അവർ പറയുമ്പോൾ അവർക്ക് 3 ദിവസമേ ഉള്ളൂ ഇത് കിട്ടാൻ. ഇത് കിട്ടിയിട്ട് മാൾട്ടയിലേക്ക് വിടേണ്ടതാണ്, ഓസ്ട്രേലിയക്ക് മറ്റേ വിടേണ്ടതാണ്. അപ്പോഴേ അത് കിട്ടണ്ടേ? കിട്ടാൻ വേണ്ടി പരീക്ഷ വരണം തോറ്റതായിട്ടാണ് നേരത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അവർ തോക്കേണ്ട സാധ്യതയില്ല, ജയിച്ചതാണ്. അപ്പോൾ ജയിച്ച സർട്ടിഫിക്കറ്റും വേണം, എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റും വേണം. അതെല്ലാം 24 മണിക്കൂറിൽ വേണം. അവരെന്താ ചെയ്യണത്? അവർ യൂണിവേഴ്സിറ്റി കൊണ്ട് ഒപ്പിടും. ഇവർ നല്ലവണ്ണം പഠിച്ച ആളാണ്, ടീച്ചറാണേ, +2 ടീച്ചറാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ +2 ടീച്ചറിന് വിവരമില്ല, ഉപ്പൊക്കെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ത് കാരണം. പക്ഷേ 3 മണിക്കുള്ളിൽ അവർ ആ എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റും ജയിച്ച കാർഡുമായിട്ടാണ് നാട്ടിലോട്ട് പോരണത്. അതായത് ഇതെല്ലാം നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മീഡിയമാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് വിശ്വാസം കാണാൻ പറ്റത്തില്ല. കാണപ്പെടാവുന്ന ഈ കാണാത്ത വിശ്വാസത്തെ കാണപ്പെടുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. പറഞ്ഞു മനസ്സിലായില്ലേ? വിശ്വാസം ഓരോരുത്തരുടെ ഉള്ളിലിരിക്കണമല്ലേ, അത് കാണത്തില്ലല്ലോ. അപ്പം കാണാത്ത വിശ്വാസത്തെ നമ്മൾ എന്താ ചെയ്യണത്? അതിൻ്റെ കാണപ്പെടുന്ന അടയാളമാക്കി മാറ്റും. അതിന് മനസ്സിലായില്ലേ? വിശ്വാസത്തെ ഇപ്പം കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശയുടെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യണത്, അതുപോലെ ഇതെല്ലാം ഒരു തരം കൂദാശ അനുകരണങ്ങളാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത വിശ്വാസത്തെ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. കാര്യം അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോ ഉടമ്പടി തൈലം എടുക്കുമ്പോഴും നേർച്ച വസ്തുക്കൾ എടുക്കുമ്പോഴും നമ്മൾ ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ്, ചില സമയത്ത് ചില വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ പറയും ഒരു കാശ് രൂപം കൊണ്ടുപോയി പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയിട്ട് പറയും ഇത് കൊണ്ടുപോയി നിങ്ങൾ പ്ലേസ് ചെയ്യണം എന്ന് പറയും. അപ്പം ഞാനെന്താ അത് ഉദ്ദേശിക്കണത്? ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശ് കർത്താവ് പിതാവായ ദൈവം കുഴിച്ചിട്ടിട്ടല്ലേ നമ്മളെ രക്ഷപ്പെടുത്തിയത്, അല്ലേ? ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ രാശിയിലെ പാപങ്ങൾ മോചിക്കണമെന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശ്, ക്രിസ്തുവിനോട് കൂടിയാണ് ഈ കുരിശ് ഭൂമി കുഴിച്ചിടുന്നത്. അത് മനസ്സിൽ നമ്മൾ കാണും. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അത് ക്രിസ്തുവിൻ്റെ രക്ഷ ഈ ഭൂമിക്ക് ദ്വാരം വെച്ച് അതിൻ്റെ ഉള്ളിൽ കുരിശ് കുഴിച്ചിട്ടിട്ട് ദൈവം നേടിയെടുത്ത രക്ഷാകര പദ്ധതി അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ആ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തരാത്ത വഴിക്ക് കൊണ്ടുപോയി ഈ കാശ് രൂപം യേശുനാമത്തിലാണ് നമ്മളത് സ്ഥാപിക്കണത്. കുടിച്ചിടുകയല്ല നമ്മൾ ചെയ്യണത്. എന്താ ചെയ്യണത്? പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ കുരിശ് ഭൂമി സ്ഥാപിച്ച് രക്ഷ നടപ്പെടുത്തിയ പോലെ നമ്മൾ ആ സ്ഥലം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറയും, ഞാൻ പറയും ഈ കാശ് രൂപം നിങ്ങൾ അത് കൃത്യമായ ഫോർമുലയിൽ വ്യഞ്ചരിച്ച്, അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ 100% വിശ്വസിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ കാശ് രൂപം വ്യഞ്ചരിച്ച് തരണത്. അത് അടയാളമാണ്. അടയാളം എന്ന് പറയുമ്പോൾ അതല്ല നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, അതൊരു അടയാളമാണ്. അതിൻ്റെ പിന്നിലുള്ള ദൈവികമായ രക്ഷാകര പദ്ധതി, ദൈവികമായ ശക്തിയുണ്ട്. അത് എല്ലാം ഒരു വിശ്വാസി ആരത് ചെയ്യുന്നു
ആ വിശ്വാസത്തിലാണ് അത് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ വിശ്വാസം നിങ്ങളും ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് അത് ആക്ടിവിറ്റി ആകണത്. നിങ്ങളും തന്ന സംഭവത്തെ അതുപോലെ തന്നെ ഇപ്പം ജയമോൾ എന്താ ചെയ്തിരിക്കണത്? ജയമോൾ പഞ്ചായത്തിൻ്റെ വായി കൊണ്ട് ഉപ്പിട്ടച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം എന്ന് പറയും. വിശ്വാസപ്രമാണം ചെല്ലാതെ നിങ്ങളൊന്നും ചെയ്യരുത്. വിശ്വാസപ്രമാണം എന്താണ്? വിശ്വാസപ്രമാണം ഒരു പ്രാർത്ഥനയല്ല, പിന്നെ എന്താണത്? പ്രഖ്യാപനമാണ്. എന്തിൻ്റെ പ്രഖ്യാപനമാണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയാണ്. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചവെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? രക്ഷ പ്രാപിക്കും. രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്ത്യൻ പ്രേയറിൻ്റെ എല്ലാ ഡൈനാമിക്സും രക്ഷ പ്രാപിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. രക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? ലൂക്കാ 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നത്. രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. എല്ലാ മേഖലകളും ക്രിസ്തുവിനെ പ്രാപിക്കണം. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ശരി, കാശുരൂ എന്ന് വെച്ചാൽ പറയും നിങ്ങളുടെ ബെഡിൽ ഇത് കൊണ്ട് സ്ഥാപിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ് ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായ 3 IVF എടുത്ത് 11 കൊല്ലമായി മക്കളില്ല. 3 IVF എടുത്ത് 11 കൊല്ലമായി മക്കളില്ല. ഇപ്പം മരുന്നൊന്നും ഉപയോഗിക്കണില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 27 ദിവസത്തിനുള്ളിൽ അവൾ പ്രഗ്നൻ്റാണ്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ കുഞ്ഞിപ്പം എവിടെ നിന്ന് വരികയാണ്? ശാസ്ത്രത്തെ കണ്ടുപിടിക്കാൻ പറ്റാൻ ഈ കുഞ്ഞിപ്പം എവിടെ നിന്ന് വരികയാണ്? ക്രിസ്തുവിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യസ് 3:11 പറയുമ്പോൾ നിങ്ങൾ പറയും എന്താ അച്ഛങ്ങനെ? ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തുവിൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്, ക്രിസ്തുവിൻ്റെ കയ്യിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്ഥലമുണ്ട്, ക്രിസ്തുവിൻ്റെ കയ്യിൽ ജപ്തി നടപടിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്, തോറ്റ പരീക്ഷയെ അതുപോലെ തന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞ നഷ്ടപ്പെട്ടു പോയ രേഖകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ എഡ്വേർഡ് ജോർജ് അയാളുടെ സാക്ഷിയാണ്, ഇംഗ്ലീഷ് സാക്ഷിയാണ്. പുള്ളി ആസാംകാരനാണ്, ഗോഹട്ടി താമസിക്കുക, ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങേരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ സർവീസ് ബുക്ക് കാണാനില്ല. 13 കൊല്ലമായിട്ട് സർവീസ് ബുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമല്ല. അതില്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ഇല്ല, പെൻഷനില്ല, പല പ്രശ്നങ്ങളാണ്. പിന്നെ നിങ്ങൾ ഉദ്യോഗം ചെയ്തതായിട്ട് തെളിവില്ല. അപ്പോൾ ആ ഫയലും പോയി ഓഫീസിൽ നിന്ന്. വല്ലാത്ത ഒരു പ്രശ്നമാണ്. പുള്ളിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്. അങ്ങനെ ഗോഹട്ടിയിൽ നിന്ന് ട്രാൻസ്ഫറായി പുള്ളി വെല്ലൂർ വന്ന് നമ്മുടെ മദ്രാസ് തമിഴ്നാട്ടിൽ വന്ന്. തമിഴ്നാട്ടിൽ വന്നപ്പോൾ അവിടെ വെച്ചാണ് കൃപാസനം പത്രം കിട്ടണത് പുള്ളിക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ ഡാഡി ബിൽപത്രം എഴുതിയിട്ടുണ്ട്. 50 കൊല്ലം മുമ്പ് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരാണ് അവിടെ താമസിക്കുക. ഗോഹട്ടി വിമാനത്താവളത്തിൻ്റെ അടുത്ത് ഇവർ താമസിക്കണം. 50 കൊല്ലം മുമ്പ് ഇവിടുന്ന് പോയതാ. അപ്പം മലയാളമൊക്കെ അറിയാം, പക്ഷേ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരിക്കണമല്ല ഇംഗ്ലീഷിലാണ്. അവിടെ രണ്ടാമതൊരു പ്രശ്നം വെച്ചാൽ അതിനേക്കാൾ വെടിക്കെട്ട പ്രശ്നമാണ്. വെച്ചാൽ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് വിൽപ്പത്രം എഴുതിയിട്ടുണ്ട്. വിൽപ്പത്രം അപ്പൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ അപ്പൻ മരിച്ചുപോയി. ആ വിൽപ്പത്രത്തിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അവിടെ അപ്പൻ്റെ പേര് ജോസഫ് എന്നാണ്, വിൽപ്പത്രത്തെ ഗോമസ് എന്നാണ് കിടക്കുന്നത്. ആര് കാശ് തരാന്? പാകോടമ്പടി നടത്താൻ പറ്റുമോ? ഇനി പാകോടമ്പടി നടക്കാനുള്ള ആൾക്കാരുടെ പേര് ഇതിൻ്റെ അവകാശികളില്ലേ, അവിടെ പേരപ്പം വിളിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പോൾ ആർക്ക് കിട്ടും? അവർക്ക് 5 മക്കളാണ് ഉള്ളത്. ഇവിടെ പേരൊന്നും വിൽപ്പത്രത്തെ വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? വിൽപ്പത്രം പ്രൊബേറ്റ് ചെയ്യാനോ അതനുസരിച്ച് പാകോടമ്പടി ചെയ്യാനോ അതനുസരിച്ച് ഓരോരുത്തരും ഓഹരി കെട്ടിയിട്ട് ടാക്സ് അടച്ച് രസീതാക്കി സ്വന്തം തണ്ടപ്പേരിൽ പിടിക്കാനോ ഒന്നും പറ്റണില്ല. ഇയാൾ ഈ കൊട്ടത്തേങ്ങ കീറ ഉടക്കാനും പറ്റാത്ത തുളക്കാനും പറ്റാത്ത സംഭവം കൊണ്ട് ജീവിതത്തിൽ മുഴുവൻ നടക്കുകയാണ്. അപ്പോൾ ഒരു വക്കീലെടുത്ത് എന്ന് പറഞ്ഞ് ചെയ്തു തരാം, കുറച്ച് കൃത്രിമ പണിയൊക്കെ ചെയ്യേണ്ടി വരും, പലർക്കും പല കാര്യങ്ങളൊക്കെ കൊടുക്കണം, 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഇതിന് വിൽപ്പത്രം ചെയ്തു തരണമെങ്കിൽ. അപ്പോൾ വിൽപ്പത്രം ചെയ്തു തരണമെങ്കിൽ 5 ലക്ഷം രൂപ ഇയാൾ മുടക്കണം. ഇയാൾ മുടക്കി ചെയ്താൽ മറ്റുള്ളവർക്ക് അത് അവരാരും കാശ് മുടക്കത്തില്ല. അപ്പോൾ അത് നടക്കത്തില്ല, അത് നടക്കാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ പിന്നെ വേറെ പലരൊക്കെ വന്നിട്ട് നടക്കാത്ത രീതി കുറേ വർഷങ്ങളായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ 2 പ്രശ്നമാണ് ഈ മനുഷ്യൻ്റെ ജീവിതം തകർക്കണത്. അപ്പോൾ ഇങ്ങനെ വെല്ലൂർ വെച്ച് നമ്മുടെ പത്രം കിട്ടി. എനിക്കുള്ളത് ഇംഗ്ലീഷ് പത്രവും തമിഴ് പത്രവുമാണ്. മലയാളം ഇപ്പോൾ നമുക്ക് കുറേ പത്രങ്ങളുണ്ട്. ഇറ്റാലിയൻ പത്രം വരെ ഉണ്ട് ഇംഗ്ലീഷിൽ. നമ്മുടെ കൃപാസനത്തിൻ്റെ ഇറ്റാലിയൻ പത്രമുണ്ട്, പിന്നെ കർണാട്ടിക്കുണ്ട്, പിന്നെ കന്നഡ പത്രമുണ്ട്, തെലുങ്ക് പത്രമുണ്ട്, ഹിന്ദി പത്രം, മറാഠി പത്രം, മലയാളം പത്രം. കൃപാസനത്തിന് 7-8 തരം പത്രമുണ്ട്. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലേതോ ഒരു പത്രമാണെങ്കിൽ മനുഷ്യനെ കിട്ടിയിരിക്കണത്. കിട്ടിയിട്ട് എന്ത് ചെയ്യുക?
അപ്പം തന്നെ മാതാവ് ഇയാളൊന്ന് തോണ്ടി. എന്നുവെച്ചാൽ എന്താണ്, ഇത് നടക്കും. അപ്പം നടക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വെല്ലൂരിന്ന് പുള്ളിക്കാരൻ്റെ ഒരു ബജാജ് ബൈക്കുണ്ട്. ആ ബൈക്കിൽ 200 കിലോമീറ്റർ ജപമാല ചൊല്ലി ഇവിടെ എത്തി. ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട, ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ സാക്ഷ്യമാണ്. 200 കിലോമീറ്റർ ജപമാല ചൊല്ലി എന്ന് പറഞ്ഞ് ആലപ്പുഴ എത്തണമെങ്കിൽ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിച്ചു. അതിനുള്ളിൽ 2-3 പ്രാവശ്യം പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതേ ഉള്ളൂ. പിന്നെ ഞാൻ നിർത്തിയില്ല. ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ഞാനിവിടെ മൂവാറ്റുപുഴ ബന്ധുവിൻ്റെ വീടുണ്ട്. ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് രാവിലെ അവിടെ നിന്ന് ഈ ബൈക്കിന് തന്നെ ഇവിടെ എത്തി ഉടമ്പടി ചെയ്ത് 2 കാര്യം: സർവീസ് ബുക്കിംഗ് വേണം, പിന്നെ എന്താണ്, വിൽപ്പത്രം പ്രൊബേറ്റ് ഭാഗോടമ്പടി ചെയ്ത് കിട്ടണം. അപ്പോൾ കൊച്ചു കാര്യങ്ങളല്ല, എല്ലാം സീരിയസ് കാര്യമാണ്. മാതാവിനോട് പ്രൈവറ്റായിട്ട് കണ്ട്, ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരെല്ലാം അമ്മയോട് പ്രൈവറ്റായിട്ട് സംസാരിച്ചിട്ടാണ് പോണത്. സംസാരിച്ചിട്ട് ആ വിഷയം പോകണം. ഇന്ന കാര്യങ്ങൾ, എൻ്റെ അവസ്ഥ ഇതാണ്, അത് പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പം അങ്ങനെയാണ് അത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ളത് 90 ദിവസമാണ് എണ്ണിപ്പിടിച്ചിരിക്കുന്നത്. 90 ദിവസം. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ അമ്മ ഇടപെടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ 89 ദിവസമായപ്പോൾ അമ്മയെ പുള്ളി ഓർപ്പിച്ച്, പുള്ളി ആ ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യണതേ, ഉടമ്പടി കൃത്യമായിട്ടാണ് ഫോളോ ചെയ്യണത്. 89 ദിവസം പറഞ്ഞ്, അമ്മേ 89 കേട്ടാ, ഇനി 1 ദിവസം കൂടിയേ ഉള്ളെന്ന് പറഞ്ഞു. 1 ദിവസം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് 90-ാം ദിവസം കഴിഞ്ഞ് 90-ാം ദിവസം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 91-ാം ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇയാൾക്കൊരു ഫോൺ കോൾ വരും. എന്താ പറയണത്? പണ്ട് ഈ സർവീസ് ബുക്ക് പോയിരുന്ന കാലത്ത് അവിടുന്ന് മാറിപ്പോയൊരു ഓഫീസറിന് മാതാവ് വീണ്ടും വേറെ എവിടെ, ബോംബെയിലെ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയ ആളാണ്. ആ ലേഡിയെ വീണ്ടും ഇതേ ഓഫീസിലേക്ക് റീട്രാൻസ്ഫർ ചെയ്യിക്കും. അപ്പോൾ എൻ്റെ അമ്മേ, ഈ സാക്ഷ്യം ഒന്ന് കേൾക്കണം, ഞെട്ടിപ്പോവും. എന്നിട്ട് അവർ ആണ് ഇവരെ വിളിക്കണത്. ഈ നമ്പർ എടുത്ത് വിളിക്കണമെന്ന് അറിയാമോ? സർ, നിങ്ങളുടെ സർവീസ് ബുക്ക് കിട്ടി, അതിൻ്റെ ഫയലും ഞാൻ കണ്ടുപിടിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ലേഡി തിരിച്ച് വരാതെ ഈ സാധനം കിട്ടത്തില്ല. അമ്മയ്ക്കറിയാം ഈ ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ഈ ലേഡി തിരിച്ച് വരിക എന്ന് തന്നെയാണ്. നമുക്കറിയത്തില്ലല്ലോ, വേറെ ആർക്കും അറിയത്തില്ല എൻ്റെ സൊല്യൂഷൻ എന്താണെന്ന്. പിറ്റേ ദിവസം ഒരു വക്കീൽ വന്ന് പുള്ളിയെടുത്ത്, മിസ്റ്ററെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഞാൻ 10,000 രൂപ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഈ ഭാഗ ഉടമ്പടി നിങ്ങളുടെ അപ്പൻ്റെ പേര് ചേർത്തിട്ട് നിങ്ങളുടെ എല്ലാവരും അവകാശം വെച്ചുകൊണ്ട് വെറും 10,000 രൂപ ചെയ്യാമെന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട് അയാൾ 10,000 രൂപ ചെയ്ത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഉടമ്പടി റേഞ്ച് പോണ കണ്ടില്ലേ? അതായത് ഈ കാലത്ത് മനുഷ്യന്മാർ, എനിക്കിത് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് എന്താ പഠിച്ചതെന്നറിയാമോ? ഇൻവെസ്റ്റ്മെൻറ്റാണ് പഠിച്ചത്. കാര്യം അയാൾ ഇതിൻ്റെ അകത്ത് സംശയമില്ലേക്ക്, ചളിപ്പില്ലേക്ക്. അതുകൊണ്ടാണ് ഡേറ്റ് വന്നപ്പോൾ അമ്മയെ ഓർപ്പിക്കണത്. ഒരു ജീവിക്കുന്നൊരു വ്യക്തിയെ ഓർപ്പിക്കണ പോലെ ഓർപ്പിക്കുകയാണ്. അമ്മേ, നമ്മുടെ ഉടമ്പടി നാളെ തീരുകയാണ്. അതാണ് വിഷയം. അത്രയും ജീവൽ ലൈവാണ് ഈ വിഷയം. അത് ലൈവായിട്ട് തന്നെ അമ്മ കേൾക്കണത്, അതുപോലെ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ 200 ജപമാല ചൊല്ലിക്കൊണ്ട് ഇവിടെ ബൈക്കിന് വരും ആ മനുഷ്യൻ. അപ്പം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡിയാണ്. അത് എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടിയിൽ എവിടെയെങ്കിലും ഒന്ന് പമ്പെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റാക്കാൻ നോക്കണം നിങ്ങൾ. ഇപ്പോൾ ടിൻറ്റുവിൻ്റെ പ്രശ്നം എന്താ? ടിൻറ്റു അല്ല, ജയമോളുടെ പ്രശ്നം എന്താ? ജയമോൾ പോയിട്ട് പഞ്ചായത്തിൽ കൊണ്ടുപോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും പറയാനില്ല. പള്ളിയെ പറഞ്ഞ്, പാർട്ടി പറഞ്ഞ്, പറയാവുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞ് അവരാരും അമ്പനും ബില്ലിനും അടുക്കണില്ല. അവരാരും സംസാരിക്കാനും തയ്യാറല്ല. അവസാനം എന്ത് ചെയ്ത്, മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി പഞ്ചായത്തിൽ വാതിക്കലിട്ട് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ എന്താണ്? യേശു കർത്താവാണെന്ന് അതിരം കൊണ്ടേറ്റ് പറയണം. ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം. അപ്പോൾ ആ വിഷയത്തിൽ രക്ഷ, ആ വിഷയത്തിലുള്ള കാര്യം ക്രിസ്തു എല്ലാമാണല്ലോ. കൊളോസ്യസ് 3:11 നമ്മൾ എന്താ പറയണത്? ക്രിസ്തു എല്ലാമാണ്. ആ വാക്ക് ഭയങ്കര സംഭവമാണ്. അതായത് പഞ്ചായത്ത് ഈ ഒരു മനുഷ്യന് ഈ ഭൂമിക്ക് മുകളിൽ അനുഭവിക്കാൻ പറ്റിയ എല്ലാ വിഷയങ്ങൾക്കുള്ള കംപ്ലീറ്റ് ആൻഡ് സോഴ്സ് സൊല്യൂഷനാണ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളിലൂടെ പ്രാപിക്കുന്നത് വ്യത്യസ്തമായ ജീവിത മണ്ഡലങ്ങളിലുള്ള തടസ്സങ്ങൾ, ദോഷങ്ങൾ, തകർച്ചകൾ, മരവിപ്പുകൾ, അതെല്ലാം വിടുവിക്കുന്നത് ആരാണ്? ക്രിസ്തുവിനെ അവിടെ സംലഭ്യമാക്കുകയാണ്. അതിലൂടെ അതിനുവേണ്ടി മനുഷ്യൻ ഈ വിശ്വാസത്തെയെല്ലാം
അടയാളങ്ങളിലൂടെ പ്രകടിപ്പിക്കും. കാണാത്ത വിശ്വാസത്തെ കാണുന്ന രൂപത്തിലാക്കുകയാണ്. അതാണ് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് ഒപ്പിട്ടത്. എന്താ സംഭവിച്ചെന്നറിയാവോ? പിറ്റേ ദിവസം ചെന്നപ്പോൾ അവർ പറയണേ, നിങ്ങളത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് പേപ്പർ വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ. പ്രൈസലാണ്. അതായത് ഈ റബ്ബറില്ലേ, റബ്ബർ ഉൽപ്പാദനം, ഷീറ്റ് ഉൽപ്പാദനം ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയായിട്ട് ആ ചേച്ചി പറയണേ, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത് കമ്പനിയാക്കണ കാര്യമൊന്നും. പക്ഷെ മാതാവ് എനിക്കത് കമ്പനിയാക്കി തന്നിരിക്കണമെന്ന്. പ്രൈസ്തലോടെ. ഇതാണ് വ്യത്യാസം, മനസ്സിലായില്ലേ? ഇതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ വിശ്വസിച്ച്, കാണാത്ത വിശ്വാസമാണ്. വിശ്വാസം എപ്പോഴും കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വിശ്വാസം കാണിക്കാൻ പറ്റുമോ? കാണാൻ പറ്റാത്ത വിശ്വാസത്തെ നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? കാണാത്ത വിശ്വാസത്തെ കാണുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ റീപ്ലേസ്മെൻറ്റ് നടത്തും. ഉള്ളിൽ കാണാതിരിക്കണ വിശ്വാസമല്ലേ. അപ്പോഴേ ഞാനിത് എവിടെ നിന്നാണ് പഠിച്ചതെന്നൊക്കെ മനസ്സിലായോ? അതായത് ഒരു രോഗിനെ കൊണ്ടുവരുമല്ലോ, തളർവാദ രോഗിയില്ലേ, അവന് കൈ ഇങ്ങനെ അവന് ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി മരവിച്ചിരിക്കുകയില്ലേ, അവനെ 4 പേര് കൂടി പിടിച്ച് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരത്തില്ലേ? അപ്പോഴ് കർത്താവിൻ്റെ വാതിക്കൽ നിറച്ച ആളുള്ള കാരണം കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്നാ ചെയ്ത് മേൽക്കൂര പൊളിച്ചിട്ട് കട്ടിലോട് കൂടെ താഴേക്കിറക്കുമ്പോഴേ സുവിശേഷം പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? അവരുടെ വിശ്വാസം കണ്ട്. ഒന്ന് വായിച്ചത് ശ്രദ്ധിക്കട്ടെ. മർക്കോസ് 2:4-5. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം 5-ാം വാക്യം. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒന്ന് പറഞ്ഞേ, ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട്. മനസ്സിലായില്ലേ? അതാണ് അവരുടെ വിശ്വാസം കണ്ട്. അപ്പൊ വിശ്വാസത്തെ എന്താ ചെയ്തിരിക്കണത്? കാണാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ചേർത്ത് ജയമോൾ എന്താ ചെയ്തിരിക്കണത്? വിശ്വാസത്തെ കാണാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞു. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ അറിയണം. വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ വചനം മറന്നു പോകരുത്. അതായത് 1 കൊരിന്ത്യർ 15:27 ദൈവം സമസ്തവും ഒന്ന് പറഞ്ഞേ, ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. ഈ സമസ്തവും എന്ന് പറഞ്ഞ സാധനത്തിന് പഞ്ചായത്ത് ഉണ്ടേ, മനസ്സിലായില്ലേ? പഞ്ചായത്തുണ്ട്, അറബിയുടെ വീടുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇത് വിശ്വാസി മനസ്സിലാക്കണം. എപ്പോഴാണ് വിശ്വാസം മനസ്സിലാക്കണത്? കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്. നിനക്ക് ഭാരമുണ്ടാക്കുന്ന പണ്ട് വിശ്വാസികൾ ഒരു പണി ചെയ്യുമായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് തോറ്റു കഴിഞ്ഞാൽ അതായത് ആ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിടും. ഒരു യഹൂദ പാരമ്പര്യമാണ്. എന്തിനങ്ങനെ ഉപ്പിടണത്? തോറ്റ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിടും. എന്തിനങ്ങനെ ഉപ്പിടണത്? അത് ദൈവത്തിൻ്റെതാക്കി മാറ്റുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ തോറ്റെടുത്ത് എൻ്റെ ദൈവം വിജയിക്കും. അബിമേലെക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പ് വിതറി. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു സംഭവം ദൈവത്തിൻ്റെതാക്കി തീർക്കാൻ വേണ്ടി യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണത്. ഉപ്പ് വിതറുക എന്ന് വെച്ചാൽ നമ്മളെ ഉടമ്പടിയിൽ ഉപ്പ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളത് എവിടെയാണ്, ഇപ്പോൾ ചില പ്രാണികളുണ്ട്, അല്ലെങ്കിൽ പാമ്പിൻ്റെ ശല്യമുണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി
അതുകൊണ്ട് പോയി സ്ഥാപിക്കാൻ പറയും. ഇവരുടെ കയ്യിൽ വരുന്നൊരു മിസ്റ്റേക്ക്, ഇവർ വിശ്വാസ പ്രമാണം ഉഴപ്പിയാണ് ചെല്ലണത്. അതാണ് പ്രശ്നം. ഇനി നോക്കി വായിക്കുന്നവർ പത്രം വായിക്കണ പോലെ വായിക്കും, അവരത് വിശ്വസിക്കത്തില്ല. കാര്യം ഈ വിശ്വാസ പ്രമാണം എന്ന് പറയണത് ഒരു ബ്രോഡ് ഫോമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ സംരഭ്യമാക്കുന്ന യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം, യേശുവാണ് കർത്താവെന്ന്. പിന്നെന്താണ്, ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ വിശ്വസിച്ചിരിക്കണം. അത് പല ആൾക്കാർക്കും അധരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ട്, ഹൃദയത്തിൽ വിശ്വസിക്കണില്ല. അതാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ഹൃദയത്തിൽ വിശ്വസിക്കണം. കാര്യം വിശ്വാസ പ്രമാണം ആക്ടിവേഷനിൽ വരണതെല്ലാം ആ ഹൃദയത്തിൽ എന്തുമാത്രം ഏതെല്ലാം കപ്പാസിറ്റി നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നു അതനുസരിച്ച് കൊണ്ട് അതിൻ്റെ റേഞ്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ സുവിശേഷത്തിലുള്ള കാര്യങ്ങളാണ്, ഇല്ലാത്ത കാര്യങ്ങളല്ല. ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇതായത് കൊണ്ടാണ്. 21 ലക്ഷം ആൾക്കാരായി. ഞാൻ 84 തുടങ്ങിയാണ് ആൾക്കാരുടെ കണ്ണുനീര് കേൾക്കാൻ. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് പിടികിട്ടാത്ത പ്രശ്നവുമായിട്ട് ഞാൻ കർത്താവിൻ്റെ മുമ്പ് വന്ന് നിൽക്കും. കർത്താവ് അതെങ്ങനെ ചെയ്യും, കർത്താവ് ഇതിങ്ങനെ ചെയ്യും, അമ്മ അവരത്രയും കഷ്ടപ്പെടുന്നില്ല, അവരെങ്ങനെ രക്ഷിക്കും. ഇങ്ങനെ എപ്പോഴും മനുഷ്യൻ്റെ സങ്കടവും മനുഷ്യൻ്റെ പിരിഞ്ഞു കണ്ടിച്ച സങ്കടവും വിഷമവും കൊണ്ട് എപ്പോഴും ദൈവദൃശ്യം നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ദൈവം ഓരോരോ വഴികൾ പറഞ്ഞു തരണത്. അതെല്ലാം ആമ മനസ്സിൽ തോന്നിക്കും. പക്ഷേ ഞാൻ എപ്പോഴും നോക്കും സഭയുടെ പഠനങ്ങൾക്കത് എന്തെങ്കിലും വിരുദ്ധമായിട്ട് ഞാൻ പറയുന്നുണ്ടോ എന്ന്. എനിക്ക് സംശയമുണ്ടെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കാം. കാര്യം സഭയുടെ പഠനങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആർക്കും ഈ സഭയിൽ ആർക്കും സ്വകാര്യ പഠനങ്ങളൊന്നും പറ്റത്തില്ല. കാര്യം സഭയെ ആണ് ദൈവം ബൈബിൾ ഏൽപ്പിച്ചിരിക്കുന്നത്, സഭയെയാണ് ദൈവജനത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു എളിയ ശുശ്രൂഷകൻ മാത്രമാണ്. പക്ഷേ ജനത്തിൻ്റെ കണ്ണീര് വരുമ്പോൾ ആ കണ്ണീരിൻ്റെ കൈകടത്തുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ ദൈവം തന്ന് അതാത് കാലത്ത് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പോഴേ എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചെയ്യുമ്പോൾ കർത്താവ് പണ്ടേ പറയുമായിരുന്നത്, നിങ്ങൾ ഹാഫ് മൈൻഡഡായിട്ട് ചെയ്യരുത്. പിന്നെ എന്താ ചെയ്യണം, പൂർണ്ണ മനസ്സോടെ ചെയ്യണം. അതാണ് സംഭവം. അത് ഇപ്പം തുടങ്ങിയല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ പൂർണ്ണ മനസ്സാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യണ കാര്യം നിങ്ങളറിയണ്ടേ, നിങ്ങളത് ചെയ്യുകയാണെന്ന്. അതിനു വേണ്ടി ഞാൻ വ്യത്യസ്തങ്ങളായ മോഡ് ഓഫ് ആക്ഷൻസും അത് പ്രസൻറ്റേഷനൊക്കെ പറഞ്ഞു തരും. ഇന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയും. കാര്യം ഞാൻ തന്നെ അതായത് ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ വേജ് കേന്ദ്രങ്ങളും ഞാൻ സമരം ചെയ്ത് അടപ്പിച്ചതാണ്. പക്ഷെ ഒരു പാർട്ടി ചെന്നപ്പോൾ ഞാൻ തോറ്റുപോയി. കാര്യം അവർ ചുറ്റോട് ചുറ്റും 115 വീട്ടുകാരുണ്ട്, ഈ മനുഷ്യ കവചം പോലെ. അതുകൊണ്ട് സ്വന്തം കുടുംബക്കാരാണ്. അവരാണ് അവിടെ റെയ്ഡ് വരികയുണ്ടെങ്കിൽ പോലീസിനോട് നേരത്തെ അറിയിക്കും. റെയ്ഡ് വരാൻ പോകണമെങ്കിൽ എക്സൈസുകാർ തന്നെ അവരോട് പറയും. അങ്ങനെയെല്ലാം അതുപോലെ തന്നെ കിമ്പളൊക്കെ കൊടുത്ത് സെറ്റപ്പായിട്ട് പോണവരാണ്. പിന്നെ അത്യാവശ്യം ഗുണ്ടായുസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കണത്, ഒരു ജപമാല എടുത്തിട്ട് നേരെ ജപമാല ചൊല്ലി കടലിലോട്ട് നടന്ന്, കടലിൻ്റെ അപ്പുറത്ത് ചെന്ന് വെച്ചാൽ അവിടുന്ന് 2 ജപമാല ചൊല്ലി ഷാപ്പിൻ്റെ നേരെ ചെന്ന്, അവിടുന്ന് 1 ജപമാല ചൊല്ലി രാത്രി 8 മണിയായപ്പോൾ ഷാപ്പിൻ്റെ അകത്ത് കയറി. എന്നിട്ട് ഞാൻ ഒത്തിരി പ്രസംഗമൊന്നും പറഞ്ഞില്ല, ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. കാര്യം അമ്മയും കൊണ്ടാണ് ഞാൻ ചെല്ലണത്. ഞാൻ പറഞ്ഞു, ചേച്ചി അവിടെ ചേട്ടത്തിയായി നടത്തണത്, അവിടെ പിന്നെ പിന്നിലൊരുത്തിരി ആൾക്കാരുണ്ട്, ചേച്ചി ഇത് പൂട്ടണം, ഇവിടുന്ന് കുടിക്കുന്ന ആൾക്കാർ, വീട്ടിൽ വന്ന ആൾക്കാർ, ചേട്ടന്മാരൊക്കെ പെങ്ങന്മാരെ വരെ തല്ലുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടക്കണില്ല, പഠിക്കാൻ പറ്റണില്ല, അത് പറയാൻ വേണ്ടി ഈശോ നാമത്തിൽ വന്നോട് ഞാൻ പോകണമെന്ന് പറഞ്ഞു. അത്രയോട് സംഭവം. വേറെ സമരങ്ങളൊന്നുമില്ല. സമരം ചെയ്തിരിക്കണ വേറെ അല്ലേ, കർത്താവിലെ യുദ്ധം ചെയ്യണത്. എന്താ സംഭവിക്കണത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞെന്താ അറിയാവോ, അവരെന്നെ തല്ലാനും കൊല്ലാനൊന്നും വന്നില്ല. വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, അച്ഛാ എനിക്കൊരു 8 ലക്ഷം രൂപ കടമുണ്ട്, അച്ഛൻ ഇപ്പോൾ എണ്ണി വെച്ചോ, ഞാനിപ്പോൾ പൂട്ടുമെന്ന് പറഞ്ഞു. അവരെന്നോടാ പറഞ്ഞത്. അല്ല എന്നെ തല്ലാനും കൊല്ലാനും വന്നില്ല. ഞാൻ ചേച്ചി 8 പൈസ പോലെ എൻ്റെ ഇല്ല, ഞാൻ പോകണം, ഞാൻ ഈശോ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു, ഞാൻ പോകണമെന്ന് പറയും.
എനിക്കത്ര എൻ്റെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. പക്ഷേ 2 മണിയായപ്പോൾ അടി തുടങ്ങി. അടിയും കൊണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് രാത്രി വന്ന് ഇരുമ്പ് പടി ടോർച്ചൊക്കെ ആയിട്ട് മേടയെ വന്ന് ഇടിച്ച് പൊളിച്ച് ചെറിയ കരയുടെ ബഹളം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ് എന്താ സംഭവം? അച്ഛൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞു. അല്ല, അവിടെ അടി തുടങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മനസ്സിലാക്കി എങ്ങോട്ടാണ് പോകണമെന്ന്. ഞാൻ അപ്പോൾ തന്നെ ഇവരെ സേവ് ചെയ്യണമല്ല. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് ആരോട് ചെന്ന് അച്ഛൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ടൊരു അടിയുണ്ടായത്. ഇവരുടെ അടികൊണ്ടല്ല. അവർ ചെയ്യാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് വെളുപ്പിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ആ സംഭവം സെറ്റാക്കി. കുർബാനയും കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തി. അപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാർ ഓടിക്കൂടി. പിന്നെ ഉടനെ ഇവരെല്ലാവരും അവിടെ ഷാപ്പിൻ്റെ 4 വാതിക്ക് ഞാൻ ഉപരോധം ഇട്ട് 42 ദിവസം ഉപരോധം ഇട്ട് സാധനം ക്ലോസ് ചെയ്ത് കളഞ്ഞു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അടരാട്ട സാധനമാണ് ജവമാല. ഞാൻ നിങ്ങളുടെ ജവമാല എന്നൊക്കെ പറയുമ്പോഴേ, ജവമാല റാലി എന്നൊക്കെ പറയുമ്പോൾ വന്ന വഴികളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാതാവ് കൂടെ വന്ന് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ. ഓരോ പ്രാർത്ഥനകളും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അങ്ങോട്ട് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങോട്ട് വിശ്വസിക്കണം. അല്ലാതെ ഒക്കുക ചെയ്തേക്കല്ല, ഒത്തക്കൊള്ള കിട്ടിയ കൂട്ടി ഇങ്ങനെ അഴകുഴമ്പം ചെയ്യുമ്പോഴാണ് പണി കിട്ടണത്. പക്ഷേ ദൈവം അവൻ്റെ വാഗ്ദാനം വിശ്വസ്തനാണ്. അവൻ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഏത് നരകത്തിലും വന്നിരിക്കും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ലോകമുള്ളിടത്തേക്ക് കൈകൾ വെക്കുക. അഭിഷിക്തൻ പ്രാർത്ഥിക്കാൻ പോകുന്ന കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, ലോകം മുഴുവനും ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടിയായി നിന്ന് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും പൊൻകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അമ്മേ, മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തിയതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ടെങ്കിൽ അതിനർത്ഥം മരുന്നിനെ സുഖപ്പെടുത്താനാവാത്ത രോഗങ്ങളുണ്ടെന്നാണ്. കർത്താവ് എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈ നിമിഷങ്ങളിലെല്ലാം കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് വിശ്വാസം നൽകി, അവർക്കങ്ങ് വിശ്വസ്തത നൽകി. കർത്താവേ, നിങ്ങൾ ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണമെന്ന് കൽപ്പിച്ചയച്ചവനെ, അതിൻ്റെ പേരിലാണ് കർത്താവേ ഞങ്ങൾ ഇന്നും നിൻ്റെ കൽപ്പനയുടെ പേരിലാണ് കർത്താവേ ഞങ്ങൾ കൈ ഉയർത്തി രോഗശാന്തി പ്രാർത്ഥന നടത്തുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവെ അബിമേലെക്കുകാരുമുള്ള യുദ്ധത്തിലെ മോസസ് കൈ ഉയർത്തിയപ്പോൾ ജോഷുവയുടെ സൈന്യം വിജയിച്ചതുപോലെ എന്തെല്ലാം നിൻ്റെ തിരുസന്നിധി ഞങ്ങൾ കൈ ഉയർത്തുന്നുവോ അന്നെല്ലാം ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന രോഗങ്ങൾ, പീഡകൾ, എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾ, തടസ്സങ്ങൾ യേശു കർത്താവാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് പിശാചുകൾ വിട്ടൊഴിഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. മക്കളെ മുട്ടേ നിൽക്കുക. കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കട്ടെ. ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,